വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് നമ്മൾ. എത്രമാത്രം അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അവൻ്റെ അനുഗ്രഹവും അനുഭവിക്കുന്നുവോ ആസ്വദിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവെ വാഴ്ത്തുവാനും പടച്ചതമ്പുരാന് ശുക്ർ ചെയ്യുവാനും വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നിഷേധാത്മകമായ നിലപാടാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഇന്നോളം സ്വീകരിച്ചു വരുന്നത്. ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളോട് തീർത്തും രചനാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അംഗമാവാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. റമദാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല അവസരവും തീർത്തും അനുഗ്രഹങ്ങളുടെ സംഗമ മാസവുമാണ് റമദാൻ. റമദാനിൻ്റെ മഹത്വവും റമദാനിൻ്റെ വൈശിഷ്ട്യവും റമദാനിൻ്റെ പരിശുദ്ധിയും പല ക്ലാസ്സുകളിൽ നിന്നും അതേപോലെയുള്ള പല പ്രഭാഷണങ്ങളിൽ നിന്നും പലതവണ നാം കേട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്തായിരുന്നാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക്, ഒരു പ്രയോഗം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ സമാഗതമായിട്ടും പാപങ്ങൾ ഒരുത്തന് പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നഷ്ടക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയാണ്. അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾക്ക് കഴിയണം. നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ, കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജീവമായി പണിയെടുക്കാൻ, എത്രമാത്രം അള്ളാഹുവിൽ നിന്നുള്ള പുണ്യവും അവൻ്റെ തൃപ്തിയും അവൻ്റെ പ്രീതിയും അവൻ്റെ അനുഗ്രഹവും നേടിയെടുക്കാൻ കഴിയുമോ അത്രമാത്രം നേടിയെടുക്കാവുന്ന ഏറ്റവും നല്ല അള്ളാഹ് കനിഞ്ഞു തന്ന ഒരവസരമായി ഈ റമദാനിനെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഒരു റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നുവോ എന്ന് പോലും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ തലക്കടത്തൂർ ഇന്നത്തെ പത്രത്തിലാണ്, ഞാനും അത് വായിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ തലക്കടത്തൂർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തിരൂരിൻ്റെ ഓർമ്മ വന്ന് നോക്കിയപ്പോൾ സലഫി മസ്ജിദ് എന്നാണ് അതിലും കണ്ടത്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ളുഹർ 4 റക്അത്ത് നമസ്കരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ആ സഹോദരൻ തക്ബീർ കെട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ആ ളുഹറിൻ്റെ 4 റക്അത്തോ അല്ലെങ്കിൽ അസറിൻ്റെ 4 റക്അത്തോ എത്രയാണ് ആ റക്അത്ത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി അസർ നമസ്കരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈ പ്രഭാഷണം നാളേക്ക് വേണ്ടി എന്ന വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പൂർണ്ണമാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പൂർണ്ണമായും കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എപ്പോഴാണ് ഏത് സമയമാണ് അള്ളാഹ് വിളിക്കാന്നറിയില്ല. റബ്ബ് വിളിച്ചാൽ മറുപടി പറയണം നമ്മൾ. റബ്ബ് ഏത് സമയത്ത് വിളിച്ചാലും പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവാൻ നമുക്ക് യാതൊരു അധികാരവും അവകാശവും യോഗ്യതയുമില്ല. അതുകൊണ്ട് റബ്ബ് എപ്പോൾ വിളിക്കുമ്പോഴും വിനയാന്വിതരായിക്കൊണ്ട് സമാധാനമടഞ്ഞ വിശുദ്ധരായ വ്യക്തിത്വങ്ങളായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണമെന്നാണ് വളരെ ഗൗരവമായി ഉണർത്താനുള്ളത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്, സന്തോഷവും അതേപോലെ പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു പിഞ്ചോമന പിറന്നാൽ നമുക്കെല്ലാവർക്കും നല്ല സന്തോഷം. കാരണം
നമ്മുടെ കുടുംബത്തിൽ ഒരു തലമുറ കൂടി, ഒരു പുതിയ ജന്മം കൂടെ, എല്ലാവരും സന്തോഷിക്കും ആ കുഞ്ഞിൻ്റെ ജനനത്തിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഏറ്റവും അടുത്ത ഉറ്റവരും ഉടയവരുമായ ആളുകൾക്കിടയിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കും, നമ്മുടെ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടും, നമ്മുടെ കണ്ണുകൾ അതിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീഴും. നമുക്ക് ദുഃഖം, നമുക്ക് അവരുടെ വേർപാടിലും അവരുടെ അകൽച്ചയിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ SSLCയിലോ അതല്ലെങ്കിൽ ഡിഗ്രിയിലോ നല്ല മാർക്കോടുകൂടെ പാസ്സായാൽ നമ്മൾ സന്തോഷിക്കുന്നു. അവർ തോൽക്കുമ്പോൾ നമുക്ക് വിഷമവും ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൽ രോഗമുണ്ടാകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാവാറുണ്ട്, നമ്മൾ വേദനിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാറുണ്ട്. ഇങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സുഖവും ദുഃഖവും പ്രയാസവും എളുപ്പവും എല്ലാം ഉണ്ടാകുമ്പോൾ, സന്തോഷവും നേട്ടവും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാനും പടച്ചതമ്പുരാനെ വാഴ്ത്താനുമുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതേസമയം ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും പടച്ചതമ്പുരാനോട് എല്ലാം സർവവും സമർപ്പിക്കുവാനുമുള്ള മനസ്സും വിശ്വാസികളായ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടതുണ്ട്. നാം എത്രമാത്രം മരണമെന്ന യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ജീവിതം നയിച്ചാലും നമ്മളുടെ പിന്നാലെ സദാ നമ്മെ ലക്ഷ്യമിട്ടുകൊണ്ട്, നമ്മളെ മറക്കാതെ, ഏത് സമയവും നമ്മെ പിടിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു സത്യം നമ്മുടെ പിന്നാലെയുണ്ട്. അതാണ് മരണം. പലപ്പോഴും മരണത്തെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആളുകളും അലസതയിലാണ്. ഇപ്പോഴൊന്നും മരിക്കില്ല, കുറച്ചുകൂടി പ്രായമാവട്ടെ, താടിയും തലയുടെ രോമങ്ങളുമെല്ലാം തന്നെ നരക്കട്ടെ, ഒരു 50 വയസ്സ് കഴിയട്ടെ, മരണം പിന്നെയാണെന്നുള്ള ബോധമാണ് മഹാഭൂരിപക്ഷത്തെയും നയിക്കാൻ. എന്നാൽ മരണം ഏതു സമയം ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് ഒരുത്തനെ നയിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ നമസ്കാരത്തിൽ, അവൻ്റെ ദാനധർമ്മങ്ങളിൽ, അവൻ്റെ ഓരോ ആരാധനാകർമ്മങ്ങളിലും, അവൻ്റെ ഓരോ വാക്കിലും, അവൻ്റെ ഓരോ നോക്കിലും തഖ്വ ഉൾക്കൊള്ളാൻ, തഖ്വയെ നിലനിർത്താൻ അവന് കഴിയും. ഉദാഹരണം, നമ്മളിന്ന് ളുഹർ നമസ്കരിച്ചു. ഇന്നത്തെ ളുഹർ നമസ്കാരം നമ്മുടെ ആയുഷ്കാലത്തിലെ, നമുക്ക് റബ്ബ് തന്ന നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ളുഹർ ആയിരിക്കും എന്ന ചിന്തയോടുകൂടെ ആയിരുന്നു നമ്മൾ ളുഹർ നമസ്കരിച്ചിരുന്നത് എങ്കിൽ ഇന്നലകളിലെ ളുഹറിനേക്കാളും കൂടുതൽ തഖ്വ ഉൾക്കൊള്ളാൻ ഇന്ന് നമ്മൾ നമസ്കരിച്ച ളുഹറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇനി വരാനിരിക്കുന്ന അസർ, റബ്ബേ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തരുന്ന അവസാനത്തെ അസറാവാം ഒരു പക്ഷേ ഇത്. ഈ ഒരു ബോധത്തോടെ ചിന്തയോടുകൂടെയാണ് അസറിൻ്റെ ഇഖാമത്തിൻ്റെ വിളി കേട്ട് അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ട് നെഞ്ചത്ത് നമ്മൾ തക്ബീർ കിട്ടുന്നതെങ്കിൽ ഈ അസർ നമസ്കാരത്തിൽ ഇന്നലകളിലെ അസറിനേക്കാൾ കൂടുതൽ തഖ്വയും ഭയഭക്തിയും ഖുശൂഉം ഇഖ്ലാസും നിലനിർത്താൻ വിശ്വാസികളായി നമുക്ക് കഴിയും. പക്ഷേ നമ്മളുടെ ചിന്തയും വിചാരവും എന്തെന്നാൽ ഇനിയും എത്രയെത്രയോ അസറുകളും എത്രയെത്രയോ ളുഹറുകളും മഗ്രിബുകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കാനുണ്ട് എന്നുള്ള ചിന്തയാണ് പലപ്പോഴും അതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ പുറകോട്ട് വലിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ ഏത് സമയവും പ്രതീക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണം അത് സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് കടന്നു വരിക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ അടിവരയിടുന്നത്. എന്തൊന്നിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഏതൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണോ നിങ്ങൾ തിരിഞ്ഞു മാറിക്കളയുന്നത്, ആ മഹാസത്യം, ആ പരമയാഥാർത്ഥ്യം വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഉണർത്തുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ല, പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം, മരണത്തിന്റെ അവസാനത്തെ നിമിഷങ്ങൾ, അത് എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാനുള്ളത്. എനിക്കും നിങ്ങൾക്കും അതിൻ്റെ മരണത്തിന്റെ വേദനയും രുചിയും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് രുചിയുണ്ട്, മരണത്തിന് വല്ലാത്ത ആസ്വാദ്യമുണ്ട്. വിശ്വാസിയെങ്കിൽ ആ രീതിയിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സിൽ നിഫാഖിന്റെ അംശമുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരിക. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കുഫ്റോ കിബറോ ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും മരണത്തെ എനിക്ക് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരിക. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നിങ്ങൾ എത്ര കണ്ട് തിരിഞ്ഞു ഓടി അകലാൻ ശ്രമിച്ചാലും, എത്രമാത്രം നിങ്ങൾ ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചാലും, മറന്നുകൊണ്ട് നടന്നാലും,
അത് യാഥാർത്ഥ്യവുമായി കടന്നു വരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അടിവരയിടുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെടുന്ന ദിവസം. അല്ലേ, ബലിപെരുന്നാളായാൽ നമ്മൾ ആടിൻ്റെയും അതുപോലെ തന്നെ പോത്തിൻ്റെയും എല്ലാം തന്നെ കഴുത്തിൽ മൂർച്ചയുള്ള കത്തി വെക്കാറുണ്ട്. അതിൻ്റെ കൈകാലുകൾ നമ്മൾ കെട്ടിയിടാറുണ്ട്. ഏറെക്കുറെ ബ്ലഡ് പോയാൽ നമ്മൾ ആ കെട്ടഴിച്ചു വിടും. ആ ഒരു അതിൻ്റെ കാലുകൾ തമ്മിൽ ശക്തമായി അടിക്കുന്നതും പിടയുന്നതും നമ്മൾ കണ്ണുകൊണ്ട് പലതവണ കണ്ടിട്ടുണ്ട്. കോഴിയെ നമ്മൾ അറുത്തിട്ടുണ്ട്. കോഴിയെ അറുത്തിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ രക്തം ചീരി ഒഴുകുന്ന സമയത്ത് കോഴി പിടയ്ക്കുകയും അതിൻ്റെ കാലുകൾ തമ്മിൽ അത് കൂട്ടിയടിക്കുകയും ചെയ്യുന്നത് ഞാൻ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അല്ലാഹ് പറയുന്നത് കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെടുന്ന ഒരു നിമിഷവും ദിവസവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനുണ്ട് എന്നാണ് അല്ലാഹ് പറയുന്നത്. കണ്ണുകൾ തുറിച്ച് വേദന സഹിക്കവയ്യാതെ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടതായി വരും. അതുകൊണ്ട് ആ സമയത്ത് മനസ്സമാധാനത്തോടെ അല്ലാഹുവിൻ്റെ തൃപ്തിയോടെ പടച്ചതമ്പുരാന്റെ കരുണയോടെ കൃപയോടെ ഔദാര്യത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണ്ടേ? അതിന് പണിയെടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി കറകളഞ്ഞ മനസ്സുമായി നിറകണ്ണുകളോടെ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹ് പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലാൻ വേണ്ടി ശ്രമിക്കുന്നുവോ ആ മരണത്തെ നിങ്ങൾ നേർക്ക് നേരെ അഭിമുഖീകരിക്കും. നിങ്ങൾ കാണും ആ മരണത്തെ. സുമ്മ തുറത്തൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. എല്ലാ അദൃശ്യവും ദൃശ്യവും അറിയുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാനിലേക്ക് എല്ലാം കൊണ്ടും മടക്കപ്പെടുന്ന ഫയനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം തന്നെ റബ്ബ് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്ര ഓടിയകലാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലും നടക്കില്ല. ഇന്നത്തെ ആധുനിക ശാസ്ത്രം മരണത്തെ അതിജയിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെ ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എത്രത്തോളം എന്നാൽ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മൃതശരീരവും തൻ്റെ വളർത്തുനായുടെ മൃതശരീരവും അഴുകാതെ ജീർണിക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല ലോകം കണ്ട കോടീശ്വരന്മാർ. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം മരണത്തെ അതിജയിക്കുന്നുവെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രത്തിന് ജീവൻ തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായി ആ പഴയ പ്രതാപത്തോടെ തിരിച്ചു വരാമല്ലോ എന്നുള്ള മൗഢ്യധാരണയാണ് പല കോടീശ്വരന്മാരെയും ലോകം കണ്ട പല പ്രമുഖരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ലോകത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന മഹാബുദ്ധിജീവികളും ബുദ്ധിരാക്ഷസന്മാരും മരണം എന്ന സത്യത്തെ, മരണം എന്ന ഭീകര യാഥാർത്ഥ്യത്തെ എങ്ങനെ അതിജയിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചിന്തയും പഠനത്തിൻ്റെയും പിന്നാലെയാണ്. പക്ഷേ ഇല്ല, ഒരിക്കലും മരണം എന്ന യാഥാർത്ഥ്യത്തെ അതിജയിക്കാൻ അവർക്ക് കഴിയില്ല എന്ന്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണം അതിൻ്റെ രുചി ഓരോരുത്തരും അനുഭവിക്കാനുള്ളതാണ്. മരണത്തെ ഒരിക്കലും ഒരു വ്യക്തിക്കും ശക്തിക്കും അതിജയിക്കാൻ സാധ്യമല്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് മരണത്തെ ഏത് സമയവും നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലാഹ് പറയുന്നു, ആ മരണം എവിടെ വെച്ച്, എങ്ങനെ, ഏത് രൂപത്തിൽ, ഏതവസ്ഥയിൽ ഒന്നും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ. അല്ലാഹ് പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്താണ് മനുഷ്യൻ സമ്പാദിക്കുക എന്ന് അവൻ അറിയില്ല. മനുഷ്യന്റെ മരണം എവിടെ വെച്ചാണെന്ന് പോലും അവൻ അറിയില്ല എന്ന്. ഇന്ന് നമ്മൾ തിരൂരാണ്. പക്ഷേ തിരൂരിലുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ ഈ സദസ്സിലുള്ളത്, പലയിടത്തുള്ള ആളുകൾ. നമ്മുടെ മരണം എവിടെ വെച്ച്? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ജില്ലയിലോ, അതല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലോ, അതല്ലെങ്കിൽ അറബിക്കടലിന്റെ മുകളിലോ, അതല്ലെങ്കിൽ അറബിക്കടലിന്റെ അഗാധ തലങ്ങളിലോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന്റെ ടയറിനടിയിലോ, അറിയില്ലല്ലോ. എവിടെ വെച്ച് മരിക്കുമെന്ന് പോലും മനുഷ്യൻ അറിയില്ല. അതുകൊണ്ട് ആ മരണത്തെ ഏത് സമയവും പ്രതീക്ഷിക്കുക, മരണത്തെ അതിജയിക്കുവാൻ വേണ്ടി. ഈ അടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സയാമീസ് ഇരട്ടകളെ കുറിച്ച്, അവരുടെ ഓപ്പറേഷൻ നടക്കുന്ന ദിവസം ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ആയിരം ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ അത് എടുത്തെടുത്തു പറഞ്ഞു. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ, അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവാൻ എല്ലാ രീതിയിലും അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാനുഷിക ബന്ധത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പലതവണ പ്രാർത്ഥിച്ചു. പക്ഷേ അള്ളാഹു വിധിച്ചത് ആ സഹോദരിമാർക്ക് മരണമായിരുന്നു.
അതിനുവേണ്ടി എത്രയെത്രയോ ഭിഷഗ്വരന്മാർ, ലോകം കണ്ട പ്രമുഖരായ ആളുകൾ, എല്ലാവിധ ഭൗതികമായ ഉപകരണങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും മരണം എന്നത് അള്ളാഹു വിധിച്ച ആ സമയത്ത് നടക്കുകയാണ്. അതിന് അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അതിൻ്റെ ഗൗരവത്തോടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. എത്രത്തോളം എന്നാൽ ഈ അടുത്ത് തൻ്റെ പിഞ്ചോമനയെ കാണാൻ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വരികയാണ്, കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട്. റോഡിൻ്റെ അപ്പുറത്ത് തൻ്റെ ഭാര്യയും ഉപ്പയും ഉമ്മയും കുഞ്ഞും അവിടെയുണ്ട്. റോഡിൻ്റെ ഇപ്പുറത്ത് നിന്ന് സ്വന്തം പിതാവിനെ കണ്ടപ്പോൾ അത് വാപ്പയാണെന്ന് പറഞ്ഞ് വാപ്പ എന്ന് വിളിക്കാനുള്ള പ്രായം മാത്രം എത്തിയ കുട്ടി റോഡ് മുറിച്ച് കിടക്കുകയാണ്. വാപ്പയും മകനും പരസ്പരം ഒന്ന് കാണാൻ, നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിലൂടെ അല്ലാതെ നേരിട്ട് ആ കുട്ടിയെ ചുംബിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല. കുട്ടിനെ ഒന്ന് വാരിയെടുക്കണം, കുട്ടിനെ മാറോട് ചേർത്തണം, കുട്ടിക്കൊരു ചുംബനം നൽകണം എന്നുള്ള ആർത്തിയോടെ താല്പര്യത്തോടെ ആ വാപ്പയും മകനും കൂടെ അടുക്കുകയാണ്. പക്ഷേ മിനിറ്റുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് ഒരു വാഹനം കയറി ഇറങ്ങി പോവുകയാണ് ആ ചോര പൈതലിൻ്റെ മുകളിലൂടെ. നാലിച്ചോക്കി മകൻ പിടഞ്ഞു മരിക്കുന്ന ധാരാളം രംഗം സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വരികയാണ് വാപ്പാക്ക്. താൻ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ വീട്ടിൽ അതിൻ്റെ ഉദ്ഘാടന ദിവസത്തിൽ ഒന്ന് കാലെടുത്ത് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ വായിച്ചു. എന്തിനേറെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ എത്രയോ നമ്മുടെ സഹോദരങ്ങൾ. വിവാഹം നിശ്ചയിച്ചതിൻ്റെ വിവാഹം നാളെയാണെങ്കിൽ തലേ ദിവസം നമ്മോട് വിട പറഞ്ഞ എത്രയോ സഹോദരങ്ങൾ. അതേപോലെ തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു, ഒതുവെടുത്തു, പക്ഷേ പള്ളിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ആളുകൾ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഒരു കുഞ്ഞിനെ ഈ ലോകത്തിന് സമർപ്പിച്ച്, പക്ഷെ ആ സമർപ്പിക്കപ്പെട്ട മാതാവ് ഈ ലോകത്തോട് ജീവൻ തന്നെ സമർപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതാണ് ഏത് സമയമാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് തരത്തിലാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളെയുടെ ലോകത്ത് പടച്ചതമ്പുരാനുള്ള പുണ്യവും തൃപ്തിയും പ്രീതിയും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ലോകത്ത് കാര്യമായി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് അല്ലാഹു മരണത്തെയും അതേപോലെ തന്നെ ജനനത്തെയും ജീവിതത്തെയും പടച്ചതമ്പുരാൻ സംവിധാനിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബ് മരണത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. പടച്ചതമ്പുരാൻ ജീവനെ നിശ്ചയിച്ചിട്ടുള്ളത്, ജീവിതത്തെ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ 67-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മോട് വിട പറയുമ്പോൾ നമ്മുടെ നിലപാടുകൾ എന്തെന്ന് പടച്ചതമ്പുരാൻ പരീക്ഷിക്കും. അല്ലേ? തൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ്, അമ്മാർ റളിയല്ലാഹുവിന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ ഉമ്മ സുമയ്യ ബീവി അബൂജഹലിന്റെ മൂർച്ചയുള്ള ആയുധത്തിന്റെ കുത്തേറ്റുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന ദാരുണ രംഗം സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വരികയാണ് മകനായ അമ്മാർ ഇബ്നു യാസിറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലേ? വേദന കൊണ്ട് പുളയുന്ന ആ മഹദിയുടെ ദീനരോധനം കേട്ടുകൊണ്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മകൻ തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ മർദ്ദിക്കപ്പെട്ട അവശനായ ആ സഹാബിവരനെ ചരിത്രം വിശദീകരിക്കുന്നു. തൊട്ടപ്പുറത്ത് തൻ്റെ വയോവൃദ്ധനായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിൽ അബൂജഹൽ ആഞ്ഞു ചവിട്ടുകയും വേദന സഹിക്കവയ്യാതെ അദ്ദേഹം തലകുനിച്ച് ആ മണ്ണിൽ തന്നെ പിടഞ്ഞു മരിക്കുന്ന ദാരുണ രംഗവും സ്വന്തം പിതാവും കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്ന രംഗവും കാണേണ്ടി വരികയാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്. ആ മനസ്സ്, ആ മകന്റെ മനസ്സ്, ആ മകന്റെ ഈമാൻ ആ സമയത്ത് പരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തെ പടച്ചതമ്പുരാൻ. എന്നിട്ട് പോലും തൻ്റെ കൺമുന്നിൽ വെച്ച് ഉമ്മയും ഉപ്പയും പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പോലും അള്ളാന്റെ മാർഗത്തിൽ സ്വന്തത്തെ സമർപ്പിക്കുകയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിത്വത്തെ എങ്ങനെ നമുക്ക് മറക്കാനാവും? എങ്ങനെ നമുക്ക് ആ മഹാവ്യക്തിത്വത്തിന്റെ ചരിത്രത്തെ വിസ്മരിക്കാനാവും? ആലോചിച്ച് നോക്കണം. ഇതേപോലെ എത്രയെത്രയോ സംഭവങ്ങൾ, എത്രയെത്രയോ ചരിത്രത്തിൽ മറക്കാനാവാത്ത ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്, പ്രകാശപൂരിതമായി നിൽക്കുകയാണ്. നമുക്ക് ആവേശം പകരാൻ, നമുക്ക് ഇനിയും പണിയെടുക്കാൻ, പടച്ചതമ്പുരാന്റെ പരീക്ഷണത്തെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കാനും പടച്ചതമ്പുരാൻ എന്തുണ്ടായാലും സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ ആ രീതിയിൽ ചിന്തിക്കാൻ, ആ രീതിയിൽ വളരാൻ വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു പറയുന്നു അവനാകുന്നു നിങ്ങളെ ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാകുന്നു നിങ്ങളെ കരയിപ്പിക്കുന്നവൻ, അവൻ തന്നെയാകുന്നു നിങ്ങളെ മരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാകുന്നു നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ. വല്ലാത്തൊരായത്താണത്. റബ്ബാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നവൻ,
റബ്ബാണ് നിങ്ങളെ കരയിപ്പിക്കുന്നവനും അവൻ തന്നെയാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നവൻ. ആലോചിച്ച്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമുണ്ടായിരുന്നാലും അത് റബ്ബിന്റെ വിധിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. പടച്ചതമ്പുരാൻ നമ്മളെ കരയിപ്പിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാനും സഹിക്കാനും പടച്ചതമ്പുരാന്റെ മുന്നിൽ താഴ്മയുള്ള അടിമയാകാനും ഒരിക്കലും പടച്ചതമ്പുരാനെ കുറിച്ച് മോശമായതൊന്നും ചിന്തിക്കാതെ, റബ്ബിനെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും ഉരിയാടാതെ, റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം പറഞ്ഞത്, നല്ലത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന്റെ വിനയാന്വിതനായ ദാസനാകാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ഇതാണ് വിശ്വാസി. ഈ രീതിയിൽ പ്രതികരിക്കുന്നവനാണ് വിശ്വാസി. ജീവിതത്തിൽ പലതവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ഗൾഫുകാരൻ, അദ്ദേഹം വർഷങ്ങളോളം ഇവിടെ ജീവിച്ചു, ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തു. ആദ്യമായി ഗൾഫിലേക്ക് പോവാണ്. ആ മകനെ യാത്ര അയക്കുമ്പോൾ ആ ഉമ്മ കരയും. ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ചുംബിക്കും. കാരണം മകനെ യാത്ര അയക്കാൻ ഇനി ഇവൻ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അവൻ തിരിച്ചു വരുമ്പോൾ ജീവനോടെ ഞാനുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ മകനെ കാണാൻ കഴിയുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആ മകനുമായിട്ടുള്ള വേർപാട്, ഇന്നലെ വരെ എൻ്റെ ചൂട് കൊണ്ട് വളർന്ന എൻ്റെ മകൻ, ഞാൻ ഭക്ഷണം കൊടുത്ത എൻ്റെ മകൻ, ഞാൻ വളർത്തിയെടുത്ത എൻ്റെ മകൻ, ഞാൻ ലാളിക്കുകയും സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എൻ്റെ മകൻ, അവൻ ഇന്ന് വിദേശ രാഷ്ട്രത്തിലേക്ക് പോവുകയാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവൻ വരിക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആ മകൻ്റെ വേർപാട്, അതല്ലെങ്കിൽ ആ ഒരു യാത്ര അവരുടെ മനസ്സുകളെ വല്ലാതെ പിടിച്ചുലയ്ക്കും. ആ മാതാവ് ആ മകനെ ചുംബിക്കുകയും കരയുകയും ചെയ്യും. ഇത് വേർപാടിൻ്റെ പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെ കരച്ചിലായി നമ്മൾ മനസ്സിലാക്കുന്നു. അതേ മകൻ 2-3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ ഉമ്മാനെ കാണുമ്പോൾ, ആ മകനുമ്മ കാണുമ്പോൾ പരസ്പരം അവരുടെ കണ്ണുകൾ നിറയുകയും ആ ഉമ്മ സ്നേഹത്തോടെ ആ സ്വന്തം മകന്റെ നെറുകയിൽ ചുംബിക്കുകയും ചെയ്യും. അപ്പോഴും ആ ഉമ്മാന്റെ കണ്ണെന്ന് വെള്ളം ഇറ്റിറ്റു വീഴും. എന്തിൻ്റെ കരച്ചിലാണത്? മകനെ കാണാൻ കഴിഞ്ഞതിൻ്റെ, മകന്റെ ആ സാമീപ്യത്തിലുള്ള സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കരച്ചിലാണത്. സ്വാഭാവികം. അതേപോലെ തന്നെ നമുക്ക് പനിയോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്രണമോ രോഗമോ ഉണ്ടാകുമ്പോൾ വേദന സഹിക്ക വയ്യാതെ നമ്മൾ കരയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന പലതും ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ ചിരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ആ സന്തോഷം മറ്റു പലരെയും ഫോൺ വിളിച്ചിട്ടും കത്തിലൂടെയും അതേപോലെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. പല സന്തോഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷം ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സുഖവും സന്തോഷവും കരച്ചിലും എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളിൽ എത്ര പേർ നാളെയെക്കുറിച്ച് ചിന്തിച്ച് കരയുന്നു, നാളെയെക്കുറിച്ച് ഓർത്ത് കരയുന്നു, നാളേക്ക് വേണ്ടി കരയുന്നു എന്നത് വളരെ മർമ്മപ്രധാനമായ ഒരു ചിന്തയായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങളായ നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ എല്ലാം കൊണ്ടും മനസ്സിൽ ഇന്നും ജീവിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഭാഗത്തിരുന്ന് തലതാഴ്ത്തിക്കൊണ്ട് ആകെ കൂടെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. സലാം അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ അങ്ങേക്ക് സലാം. സലാം മടക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവോട്, അമീറുൽ മുഅ്മിനീൻ എന്തു പറ്റി താങ്കൾക്ക് വല്ലാത്തൊരു വിഷമം ബാധിച്ചതുപോലുണ്ടല്ലോ, താങ്കളുടെ മുഖം കണ്ടാൽ അറിയാം, എന്താണ് താങ്കളെ അലട്ടുന്ന പ്രശ്നം പറഞ്ഞാലും ഈ അബൂ മൂസയോട് എന്നാലാവുന്ന വിധമെല്ലാം ഞാൻ സഹായിക്കാം, ഞാൻ ചെയ്യാം വിശ്വാസികളുടെ നേതാവേ എന്ന് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് പ്രതികരിക്കുന്നത്, അല്ലയോ അബൂ മൂസ, പടച്ചതമ്പുരാൻ നമുക്ക് സ്വർഗം തരുമോ? അള്ളാഹു അവന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുമോ എന്നാണ് എൻ്റെ ചിന്ത. അബൂ മുസൽ അശ്അരി ആശ്വസിപ്പിക്കുകയാണ്, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, പടച്ചതമ്പുരാന്റെ പ്രവാചകൻ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നമ്മുടെ ഇടക്കിലേക്ക് കടന്നു വന്നോ അന്ന് പ്രവാചകന്റെ വലത് കരം പിടിച്ച് ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ, ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരാണ്. ബദറിന്റെയും ഉഹദിന്റെയും രണഭൂമിയിൽ സ്വന്തം ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് സജീവമായി പണിയെടുത്തവരാണ് നമ്മൾ. ചെലവഴിക്കണമെന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള കൽപ്പനയുണ്ടായപ്പോൾ നമ്മൾക്ക് സാധ്യമാം വിധം ചെലവഴിച്ചവരാണ് നമ്മൾ. പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകന്റെ ജീവന നിലനിൽപ്പിന്
നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ സന്നദ്ധരായ മനസ്സിനുടമകളാണ് നമ്മൾ. അതുകൊണ്ട് റബ്ബ് നമ്മളെ കൈവിടില്ല. അല്ലാഹ് നമ്മളെ സഹായിക്കും. റബ്ബ് നമുക്ക് സ്വർഗം തരും. നീ ആശ്വസിക്കുക, നീ സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് സമാശ്വാസ വചനങ്ങൾ നൽകുകയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ഈ സമാശ്വാസ വാക്കുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചത് എന്തെന്നറിയുമോ? നാഥാ, നിന്റെ വിശാലമായ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ, നിന്റെ വിശാലമായ സ്വർഗത്തിന്റെ മൂലയിൽ ഈ വിനയാനിധനായ നിന്റെ ദാസനായ ഉമറിന് ഒരൽപ്പം സ്ഥലം തന്ന് കനിയണമേ നാഥാ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അധരങ്ങൾ വിറയ്ക്കുകയും അദ്ദേഹത്തിന്റെ ശബ്ദം മുറിഞ്ഞു പോവുകയും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുകയും ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുകയും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്, നാഥാ, നിന്റെ വിശാലമായ സ്വർഗത്തിൽ ആ മൂലയിൽ ഒരൽപ്പം സ്ഥലം ഞങ്ങൾക്ക് കനിയണമേ നാഥാ എന്ന് പറയുമ്പോൾ അവരെ കരയിപ്പിച്ചതും അവരെ ചിന്തിപ്പിച്ചതും നാളെയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു, പരലോക ചിന്തയായിരുന്നു. അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചത്, അവരുടെ മനസ്സുകളെ കോർത്തിണക്കിയത് ഈ പരലോക ചിന്തയും പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസവുമായിരുന്നു. അതായിരുന്നു സഹാബത്ത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ദുന്നൂറൈൻ എന്ന വിശേഷണമുള്ള പ്രവാചകന്റെ 2 മക്കളെ വിവാഹം ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ മറക്കാനാവാത്തൊരു കഥാപാത്രം തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു എന്ന്, ആരെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവന് രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുകയും ഖബർ കാണുമ്പോഴെല്ലാം ആ വ്യക്തിത്വം തേങ്ങി കരഞ്ഞുവെങ്കിൽ ആ നാളെയെക്കുറിച്ചുള്ള ചിന്തയും പരലോക ബോധവും അദ്ദേഹത്തിന്റെ മനസ്സുകളെ പിടിച്ചു കുലുക്കിയെങ്കിൽ നമ്മളിൽ എത്ര പേർ ഖബറിട സന്ദർശിക്കുന്നുണ്ട്? ഈ റമദാനായില്ലേ, ഈ റമദാൻ എന്തിനാണ്? തഖ്വയുണ്ടാക്കാനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ. ഇന്നൽ മുത്തഖീന മഫാസ ഉഇദ്ദത ലിൽ മുത്തഖീൻ എന്നൊക്കെ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. തഖ്വ ഉണ്ടാക്കാൻ അല്ലേ? ഖബറിടം സന്ദർശിച്ചാൽ നിങ്ങളുടെ ഈമാൻ കൂടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ നമ്മൾ കാണാം. റമദാനിന്റെ എത്രയോ ദിനങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ മരിച്ചുപോയ വാപ്പാന്റെ ഖബറിന്റെ അടുത്തുനിന്ന് പോവാൻ, നമ്മുടെ മരിച്ചുപോയ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തുനിന്ന് പോവാൻ, നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ഒരു മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ, നാഥാ ആ ഖബർ നീ വിശാലമാക്കി കൊടുക്ക്, നാളെ ഈ ഖബറിന്റെ തൊട്ടടുത്ത് വരേണ്ടവനാണ് ഞാൻ, എനിക്ക് നീ ഖബറിൽ വിശാല നൽകണമേ എന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആ ഖബർസ്ഥാനത്തിൽ ഇറ്റി വീഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയും അവസരമുണ്ട്. അതുകൊണ്ട് ഈ അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന സഹോദരങ്ങളെ നമ്മൾ, നിങ്ങൾക്കറിയാലോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എത്ര തവണ നമ്മൾ കേട്ടതാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ എത്രയോ അനുഭവിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്ത വ്യക്തിത്വം മരണമാസന്നമായ സമയം, രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയുകയാണ്. സഹാബിവര്യന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട മേനിയല്ല ഇത്, അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിത്വമല്ല താങ്കൾ, എന്തിനാണ് ഈ സമയത്ത് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് നിങ്ങൾക്കറിയുമോ, അള്ളാഹിന്റെ മാർഗത്തിൽ എത്രയോ പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ എൻ്റെ ഉച്ചിയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ തൊലിയും രോമവുമെല്ലാം തന്നെ കരിഞ്ഞ് വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ. എന്നാൽ അതിനേക്കാൾ എൻ്റെ മനസ്സിന് വേദനയുണ്ടാകുന്നത്, അന്നൊന്നും പടച്ചതമ്പുരാൻ എനിക്ക് സമ്പത്ത് തന്നിട്ടില്ല. അന്ന് ഖബ്ബാബ് ദരിദ്രനായിരുന്നു, അന്ന് ഖബ്ബാബ് ഫക്കീറായിരുന്നു, ഖബ്ബാബിന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് റബ്ബുദാ എനിക്ക് ധാരാളം സമ്പത്ത് തന്നിരിക്കുന്നു, കുറെ സ്വർണ്ണ നാണയങ്ങൾ, കുറെ വെള്ളി നാണയങ്ങൾ, എനിക്കതൊന്നും വേണ്ട. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് റബ്ബേ എനിക്ക് നാളെ മതി, ഈ സമ്പത്തൊക്കെ എനിക്ക് വേണ്ട. എൻ്റെ വാതിൽ തുറന്നു വെക്കൂ, വീടിന്റെ 2 വശങ്ങളിലായി സ്വർണ്ണ നാണയവും വെള്ളി നാണയവും നിരത്തി വെക്കൂ, ആര് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോയിക്കോട്ടെ. റബ്ബ് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ഇവിടെ കൂലി തരികയാണോ? അത് വേണ്ട, എനിക്ക് നാളെ മതി നാഥ എന്നുള്ള ചിന്തയാണ് എന്നെ നയിക്കുന്നത് എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ച് കരയുമ്പോൾ അവരുടെ എല്ലാം ചിന്തകളെ നയിച്ചത്, അവരുടെ എല്ലാം മനസ്സുകളെ തൊട്ട് തലോടിയത് നാളെയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. നാളേക്ക് വേണ്ടിയാണ് അവരെല്ലാം ഇത് അനുഭവിച്ചതും, നാളേക്ക് വേണ്ടിയാണ് അവരെല്ലാം പ്രയാസപ്പെട്ടതും, നാളേക്ക് വേണ്ടിയാണ് അവർ കണ്ണുനീർ വാർത്തതും എന്നുള്ള കാര്യം വിശ്വാസികളായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. എത്രത്തോളം എന്നാൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചിരിക്കുകയാണ്,
നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ എന്തേ കരയാത്തത് എന്നുള്ള ഖുർആന്റെ ആയത്തിറങ്ങാൻ സൂറത്തുൽ നജ്മിൽ. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി എന്നാണ്. ചിരിക്കാൻ കഴിയണില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. പ്രവാചകന്റെ പള്ളിയിലെ പട്ടിണിക്കോലങ്ങളായ അഹ്ലു സുഫയുടെ ആളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അടക്കമുള്ള 1ഉം 2ഉം കല്ലുകൾ വയറ്റിൽ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു പ്രവാചകന്റെ പിന്നിൽ അവർ തക്ബീർ ചൊല്ലിക്കൊണ്ട് നെഞ്ചത്ത് തക്ബീർ കെട്ടിയത്. എത്രത്തോളം എന്നാൽ പ്രവാചകന്റെ പിന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശപ്പിന്റെ കാഠിന്യവും പ്രയാസവും സഹിക്കവയ്യാതെ ആ സഹാബിവരന്മാരിൽ പലരും ബോധം കെട്ടു വീണു എന്ന് ചരിത്രം വിശദീകരിക്കുമ്പോൾ അവരെല്ലാവരും ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചിരിക്കുകയാണോ, എന്തേ കരയാത്തത് എന്നുള്ള ആയത്ത് ഇറക്കിയതിന് ശേഷം അവരുടെ മുഖത്ത് ചിരി കാണാറില്ല എന്നാണ്. ഏത് സമയം അള്ളാഹിന്റെ മുന്നിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ വളരുകയും ഉയരുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി കരയാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാവണം. നാളേക്ക് വേണ്ടി ചിന്തിക്കുന്ന മനസ്സിനുടമകളാവണം നമ്മൾ. അല്ലാഹു പറയുന്നു, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് യാതൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ, വിചാരണയുടെ നാളിൽ അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. പുറത്തിറങ്ങിയാൽ തന്നെ ഈ സൂര്യന്റെ താപവും ചൂടും സഹിക്കവയ്യാതെ നമ്മൾ ഉടൻ ഒരു മരത്തിന്റെ തണലിലേക്ക് കയറി നിൽക്കാറുണ്ട്, അതല്ലെങ്കിൽ ഒരു കടയിലേക്ക് കയറി നിൽക്കാറുണ്ട്. മരുഭൂമിയിലാണെങ്കിൽ അതിന്റെ ചൂടിന്റെ പ്രയാസം പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. സൂര്യനാകട്ടെ എത്രയെത്രയോ കിലോമീറ്ററുകൾ അകലെ, എന്നിട്ട് പോലും അതിന്റെ ചൂടും താപവും നമുക്ക് സഹിക്കാനാവണില്ല. സൂര്യനിൽ എത്താൻ പോയിട്ട് സൂര്യന്റെ 7 അകലത്ത് പോലും മനുഷ്യനെത്താൻ കഴിയില്ല. കരിഞ്ഞ് നാശാവും മനുഷ്യൻ. ഒരു കരിഞ്ഞ ഒരു ശകലം, ഒരു ചെറിയ പൊടി പോലും സൂര്യനിലെത്തില്ല എന്നാണ്. അത്രമാത്രം ജ്വലിച്ചുകൊണ്ടിരിക്കണം ഓരോ സെക്കൻഡിലും. ലക്ഷോപലക്ഷം ഹൈഡ്രജൻ ബോംബുകൾ കണക്കെ പൊട്ടിത്തെറിയും മഹാസ്ഫോടനവുമാണ് സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കണം, ആ സൂര്യന്റെ താപവും ചൂടും പ്രയാസവും നമുക്ക് അനുഭവിക്കാൻ കഴിയണില്ല. ആ സൂര്യനാണ് റബ്ബിന്റെ കോടതിയിൽ ഒരു ചാൺ മുകളിൽ വരിക എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ അവരവരുടെ പാപങ്ങൾ കൊണ്ട് കണങ്കാൽ വരെ, മുട്ടുവരെ, അതേപോലെ തന്നെ ഇടുപ്പ് വരെ കടുത്തോളം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ ആ ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് രക്ഷ, ആ പ്രയാസകരമായ ഹിസാബിന്റെ നാളിൽ നിന്ന് രക്ഷയുണ്ടാവണമെങ്കിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പണിയെടുക്കേണ്ടത്. ആരും ആഗ്രഹിക്കും തണലില്ലാത്ത ആ ഭീതിതവും ഭയങ്കരവുമായ പടച്ചതമ്പുരാന്റെ വിചാരണയുടെ നാളിൽ അല്ലാഹുവിന്റെ അർശ്, അതിന്റെ തണൽ അല്ലാഹു തരും. ആർക്കറിയുമോ? ഒരു മനുഷ്യന് പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന മനുഷ്യ മനസ്സുകളുടെ ഉടമകൾക്ക് അല്ലാഹു ആ അർശിന്റെ തണൽ നൽകുമെന്നാണ്. ആരാരും കാണാത്ത രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നാഥ, ഒരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ നിന്റെ അർശിന്റെ തണൽ ഈ ഉള്ളവന് കനിയണമേ റബ്ബേ. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തറാവീഹിന്റെ സ്വരമാധുര്യ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ കേൾക്കുമ്പോ, ആ തറാവി നമസ്കാരത്തിൽ സുജൂദിൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുമ്പോ, നാഥ സ്വർഗം നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നെരുമാറാകണമേ എന്ന് പറഞ്ഞു ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ റമദാനിലെങ്കിലും നമുക്ക് വീഴ്ത്താൻ കഴിയേണ്ടതുണ്ട്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചോർത്ത്, അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഒരു തുള്ളി കണ്ണുനീര്, ഒരു 8 തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണുകളിൽ നിന്നും പൊടിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് എന്തു പറ്റി? ഈ റമദാനിന്റെ ദിവസങ്ങൾ നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചിട്ടില്ലേ? ഈ റമദാനും പോരെ നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ. അതുകൊണ്ട് മാറണം സഹോദരങ്ങളെ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണിനുടമകളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലാഹുവിന്റെ മുന്നിൽ മുഖം കുത്തി വീഴുകയും ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ. അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക എന്ന്. എത്രമാത്രം അല്ലാഹുവിന്റെ മുന്നിൽ കരയുമ്പോഴും, എത്രമാത്രം അല്ലാഹുവിന്റെ മുന്നിൽ മുഖം കുത്തി വീഴുമ്പോഴും അവരുടെ വിനയം അവർക്ക് വർദ്ധിപ്പിക്കപ്പെടുമെന്നും അവരുടെ ഈമാൻ കൂടുമെന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണിനുടമകളാകാൻ നമുക്ക് കഴിയണം. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിനുടമകളാകാൻ ഈ റമദാനിലെങ്കിലുമുള്ള ആ മനസ്സും സന്നദ്ധതയും വിശ്വാസികളായ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ
പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ ഖുർആനും പറയുന്നത് റിജാലുൻ ലാ തുൽഹിഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ് സ്വലാത്ത വഈതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. എത്രമാത്രം കച്ചവട തിരക്കുണ്ടെങ്കിലും, എത്രമാത്രം അടിച്ചുപൊളി ജീവിതമാണെങ്കിലും, എത്രമാത്രം സമയമില്ലാതെ ഓടുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, നമസ്കാരത്തിന്റെ വിളിയാളം കേട്ടാൽ കൃത്യമായി കിടുകിട വിറപ്പിക്കുന്ന ഹൃദയവുമായി, പടച്ചതമ്പുരാനെ കുറിച്ച് ചിന്തിക്കുന്ന ഹൃദയവുമായി, മനസ്സുമായി പള്ളികളിലേക്ക് എത്താൻ വിശ്വാസികൾക്ക് കഴിയും. അത്തരം ആളുകൾക്കാണ് സ്വർഗം. അതുകൊണ്ട് തന്നെ കൃത്യമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും, എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണ് വിശ്വാസിക്ക് നമസ്കാരം എന്ന് പറയുമ്പോൾ ആ സമയബന്ധിതമായി കൊണ്ട് നമസ്കാരത്തെ നോക്കി കാണാനും അത് നിർവഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. സക്കാത്ത് നൽകാനും കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണല്ലോ നമ്മുടെ പോക്കറ്റ് നിറഞ്ഞത്. പടച്ചതമ്പുരാന്റെ ഔദാര്യം കൊണ്ടാണോ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നുകൂടി വർദ്ധിച്ചത്. റബ്ബിന്റെ കരുണ അതൊന്നുകൊണ്ട് മാത്രമാണല്ലോ നമുക്ക് വീട് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അള്ളാഹുവിന്റെ തൗഫീഖ് അതൊന്നുകൊണ്ട് മാത്രമാണല്ലോ നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞത്. പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നല്ല പുതിയ ഡ്രസ്സുകളും അതേപോലെ തന്നെ ചെരുപ്പും അതേപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സമ്പത്തിൽ നമുക്ക് അവകാശമില്ലാത്ത അപരന്റെ അവകാശം കൊടുക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ വ്യക്തിത്വങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന, എന്ത് തന്നെ കച്ചവട തിരക്കും, എന്ത് തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും കൃത്യമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന, സക്കാത്ത് നൽകുന്ന, ഹൃദയങ്ങളും കണ്ണുകളെല്ലാം കിടുകിട ഉറപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അവർ കൃത്യമായി നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് കച്ചവട തിരക്കുണ്ടെങ്കിലും ആ കച്ചവടം തൽക്കാലം നിർത്തിയിട്ട് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരാനും, ഖദ്ഖാമത്തു സ്വലാ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരാനും, ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരാനും അത്തരം ആളുകൾക്ക് കഴിയും. അതില്ല എങ്കിൽ, നമുക്ക് പോകാൻ കഴിയണില്ല എങ്കിൽ നമുക്ക് പേടിയില്ല. എന്തിനെ? നാളെയുടെ ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധ്യവും നമ്മളെ നയിക്കണില്ല. അതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുന്നത്. അതുകൊണ്ടാണ് സക്കാത്തിൽ പിന്നെയും പിശുക്കി എങ്ങനെയെല്ലാം സക്കാത്തി കൊടുക്കുന്നതിൽ നിന്ന് തെന്നിമാറാനാവുമോ അതിൻ്റെ എല്ലാ കുതന്ത്രങ്ങളുടെ വഴികളെല്ലാം നാം തിരഞ്ഞെടുക്കുന്നതും ആ നാളെയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടാത്തത് കൊണ്ടാണ്. അത് ശക്തിപ്പെട്ടുവെങ്കിൽ കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, നിങ്ങൾ എന്തെന്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്താലും, നാളേക്ക് വേണ്ടി നിങ്ങളെല്ലാം മുന്നൊരുക്കം ചെയ്താലും, നാളെ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് ഏറ്റവും നല്ല പ്രതിഫലമാക്കി പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല അല്ലാഹു അവന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഇനിയും നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് അവസരം തരുമെന്നാണ്. വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. പടച്ചതമ്പുരാൻ കണക്ക് നോക്കാതെ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെ തീറ്റിപ്പിക്കുന്നത് നമ്മുടെ നാഥനാണ്, നമ്മളെ കുടിപ്പിക്കുന്നത് നമ്മുടെ നാഥനാണ്. സംസാരിക്കാനും അതേപോലെ തന്നെ ശബ്ദം ശ്രവിക്കുവാനുമുള്ള കഴിവ് നമുക്ക് തന്നത് നമ്മുടെ നാഥനാണ്. എല്ലാ അനുഗ്രഹവും ഓരോ നിമിഷവും നമുക്ക് വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ റബ്ബ് തന്നെയാണ്. അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തെ തീർത്തും രചനാത്മകമായ നിലപാടോടുകൂടെ സ്വീകരിക്കാനും ആ രീതിയിലുള്ള മനസ്സും വിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുന്ന ആളുകൾ റമദാനിലാണ് സാധാരണ പള്ളികൾ നിറയാറ്. റമദാൻ കഴിയുന്നതോടുകൂടെ പിറ്റേന്ന് പെരുന്നാളായി കഴിഞ്ഞാൽ അന്ന് പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാവരും ഉണ്ടാവും. എന്നാൽ ദുഹർ നമസ്കാരത്തിന് 100 ആളുകൾ ഇന്നലെ വന്നിരുന്നുവെങ്കിൽ അതിൽ നിന്ന് പോയി അതൊരൊറ്റ ചുരുങ്ങൽ ഒരു 10ലേക്ക്, ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ പള്ളിയിലെ കാളിയും അല്ലെങ്കിൽ ഇമാമും മുഅദ്ദിനും മാത്രമുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹത്തിന്റെ പോക്ക്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥ മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ റമദാനിലേക്ക് പള്ളിയിലേക്ക് കാര്യമായിട്ട് കൊണ്ടുവരും, തറാവീനൊക്കെ കൊണ്ടുവരും. തറാവീഹും ഈ റമദാനും കഴിയുന്നതോടുകൂടെ പിന്നെ മക്കളെ വിളിക്കുന്ന പരിപാടിയില്ല, മക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്ന പരിപാടിയില്ല. അങ്ങനെയാണ് പലപ്പോഴും നമുക്കിടയിൽ കണ്ടുവരാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ തന്റെ വീട്ടിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 2 പേരെ
പേരക്കിടാങ്ങളുമായി ഒട്ടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 2 മക്കളെയും എടുത്തുകൊണ്ട് പ്രവാചകൻ പള്ളിയിലേക്ക് പോയിരുന്നു എന്നാണ്. മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും പള്ളിയിലേക്ക് മുട്ടിലെഴഞ്ഞു വന്ന ആ പേരക്കിടാങ്ങളെ 2 കൈയിലെടുത്ത് പിടിച്ച് മിമ്പറിൽ കയറിക്കൊണ്ട് സമൂഹത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിത്വമായി പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാനിൽ മാത്രമല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്, റമദാനിന് ശേഷം ഈ റമദാനിൽ നാം നേടിയെടുത്ത ചൈതന്യത്തെ, റമദാനിൽ നാം നേടിയെടുത്ത ഈ ഊർജ്ജസ്വലതയെ, റമദാനിൽ നാം നേടിയെടുത്ത ഈ തഖ്വയെ, ഖുശൂഇനെ, ഈ ഇഖ്ലാസിനെ റമദാനിന് ശേഷവും വരും നാളുകളിൽ, വരും മാസങ്ങളിൽ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ വമാ സലകകും ഫീ സഖർ. സക്കർ എന്നാൽ എന്താണ് നിങ്ങൾക്കറിയുമോ? അതെ, നിങ്ങൾ എന്തുകൊണ്ടാണ് സക്കറിൽ അകപ്പെടാൻ കാരണമെന്ത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം സത്യനിഷേധികൾ അതേ സക്കറിൽപ്പെട്ട് എരിപൊരി കൊള്ളുമെന്നാണ്. നരകത്തിന്റെ അഗാധ തലങ്ങളിൽ പ്രയാസവും അതിന്റെ വേദനയും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കപ്പെടും, എങ്ങനെ പൊട്ടു നിങ്ങളിതിൽ, എങ്ങനെ നിങ്ങൾ ഈ സക്കറിന്റെ അവകാശികളായി തീർന്നു? അവർ പറയും, ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്നാണ് ഒന്നാമത്തെ മറുപടി. ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിസ്കരിക്കാത്തത് കൊണ്ടാണ് ഈ നരകത്തിന്റെ യാതനയും വേദനയും എല്ലാം തന്നെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. വലം നകുനു തുഇമുൽ മിസ്കീൻ, മിസ്കീനുകളുടെ ഭക്ഷണ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്ന് പ്രതികരിക്കും. റസൂലുള്ളാഹി എങ്ങനെയായിരുന്നു യതീം മക്കളെ, മിസ്കീനുകളെ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കാൻ സഹാബത്തൊക്കെ ഇറങ്ങി. അപ്പോഴാണ് പള്ളിയുടെ മൂലയിൽ ഒരു കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത താല്പര്യമാണ്. നബി ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകളിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി മകനെ, എന്തേ കരയാനുള്ള കാരണം, നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കാനുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി വിതുമ്പലോടെ പറഞ്ഞു, നബിയെ, എൻ്റെ ഉപ്പ അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച എൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു നബിയെ. എന്നെ സ്നേഹിച്ച എൻ്റെ ഉമ്മയും രോഗം ബാധിച്ച്, അസുഖം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നെ സ്നേഹിക്കാനും ലാളിക്കാനും തലോടാനും എന്നെ വളർത്താനും എനിക്ക് ഉപ്പയോ ഉമ്മയോ ഇല്ല നബിയെ, എനിക്ക് ആരുമില്ല നബിയെ എന്ന് പറഞ്ഞ് തേങ്ങിക്കരയുന്ന ആ കുട്ടിയെ മാറോട് അണച്ചുപിടിച്ച് നബി പറഞ്ഞത്, മകനെ, നിനക്ക് വാപ്പയായിട്ട് ഞാൻ പോരെ, ഉമ്മയായിട്ട് ആയിഷ ബീവി പോരെ എന്ന് പ്രതികരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യതീം കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മുടെ ചുറ്റുകളിൽ ഇതുപോലെ എത്രയെത്രയോ മക്കൾ, ഉറ്റവരും ഉടയവരും ഇല്ലാതെ, പിതാവില്ലാത്ത എത്രയെത്രയോ മക്കൾ, മാതാവില്ലാത്ത എത്രയെത്രയോ മക്കൾ, ആ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കിക്കാണാൻ, അവരെ സ്നേഹിക്കാനും സേവിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമ്മുടെ മക്കൾക്ക് ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ റമദാനിന് എടുത്തു കൊടുക്കുമ്പോൾ, പെരുന്നാളിന് എടുത്തു കൊടുക്കുമ്പോൾ, നമ്മുടെ അയൽവാസിയായ ആ കുട്ടിയെയും പരിഗണിക്കാൻ, സ്കൂളിലേക്ക് പുതിയ ബാഗും പുതിയ യൂണിഫോമും പുതിയ പെൻസിലും സ്ലേറ്റും പേനയുമായി നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ, പെൻസിലില്ലാതെ പേനയില്ലാതെ മുഷിഞ്ഞ വസ്ത്രവുമായി ഇങ്ങനെ ആരാരുമില്ലാത്ത കുട്ടികൾ വരുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും. എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കുട്ടിയുടെ ചിന്തയും വേവലാതിയും. അതുകൊണ്ട് ആ മക്കളെ പരിഗണിക്കാൻ കഴിയണം സഹോദരങ്ങളെ. അവരെ സ്വന്തം മക്കളായി നോക്കിക്കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഈ രീതിയിൽ മിസ്കീനുകളെ, ഫക്കീറുകളെ, യതീം മക്കളെ ഈ രീതിയിൽ നോക്കിക്കാണാനും സേവിക്കാനും അവരെ സഹായിക്കാനും ഈ റമദാനിലെങ്കിലും അങ്ങനെ ഒരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രമാത്രം കടുത്തതായിരിക്കും നമ്മുടെ മനസ്സ്, എത്രമാത്രം കടുത്തു പോയിട്ടുണ്ടാവും നമ്മുടെ മനസ്സ്. വിശാലമാക്കാൻ കഴിയണം നമ്മുടെ മനസ്സുകളെ. അള്ളാഹു പറയുന്നു ആയത്തിന്റെ ബാക്കി, അത്തരം ആളുകൾ പറയും, ഞങ്ങൾ നിസ്കരിച്ചില്ല, മിസ്കീനുകളുടെ ഭക്ഷണ കാര്യത്തിൽ താല്പര്യം കാണിച്ചില്ല, ആളുകൾ ഒഴുകുന്നത് പോലെ അതേ കാലത്തിന്റെ കുത്തൊഴുക്കിന്റെ കൂടെ ഞങ്ങൾ ഒഴുകി. എങ്ങനെയാണോ ലോകം, എങ്ങനെയാണോ ഇന്നത്തെ തലമുറ, അതേപോലെ ഞങ്ങൾ ചിന്തിച്ചു, അതേപോലെ ഞങ്ങൾ നടന്നു. അല്ലാണ്ട് റസൂലുള്ളാഹിന്റെ മാതൃകയെ സ്വീകരിച്ചില്ല, മറിച്ച് സിനിമാ സ്റ്റാറുകളെയും അതുപോലെ മറ്റു പലരെയും ഞങ്ങൾ അനുകരിച്ചു. അങ്ങനെ ലോകത്തിന്റെ ഒഴുക്കനുസരിച്ച് ഞങ്ങൾ കൂടെ ഒഴുകി. ഈ ദിവസത്തിന്റെ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും നിഷേധിച്ച് തള്ളുകയും ചെയ്തു. പക്ഷേ ഇതാ ഞങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം ഉറപ്പാവുകയെന്ന ഒരു ഉറപ്പ് എന്ന മരണം ഞങ്ങൾക്ക് വന്നെത്തുകയും ചെയ്തു. ഒടുവിൽ ഞങ്ങളിതാ ഈ നരകത്തിന്റെ യാതനയും വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ ദുരന്തം, ഈ ദുരവസ്ഥ നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. നമ്മൾ അത്താഴത്തിന് എണീക്കാറുണ്ട്, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സുബഹിക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും. സുബഹിന്റെ സമയത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഒരു കൂട്ടം മലക്കുകൾ അള്ളാഹുവിന്റെ ലോകത്ത് ഓരോ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ സുബഹി ജമാഅത്തിനില്ല. റമദാനായിട്ട് പോലും സുബഹി ജമാഅത്തിന് എത്താത്ത ആളുകൾ. എന്നാൽ തറാവീന് പള്ളി ഫുള്ളാകും, എന്നാൽ സുബഹിക്ക് ആളുകളെ കാണാറില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണത്. ഇന്നലെയുള്ള
അസറിന് വന്ന മലക്കുകൾ അന്നത്തെ സുബഹിക്ക് പടച്ചതമ്പുരാനിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ആരൊക്കെയുണ്ട് തിരൂരിലെ ഈ പള്ളിയിൽ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇന്നവാണ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇന്നവനാണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇന്ന ആളുകളാണ് നിൽക്കുന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ അടുക്കൽ മലക്കുകൾ നമ്മുടെ പേരെടുത്ത് പറയുമ്പോൾ നമ്മുടെ ഈമാനും ഇഖ്ലാസും നമ്മുടെ നിഷ്കളങ്കതയും കണ്ട് നമ്മുടെ ആവേശം കണ്ട് പടച്ചതമ്പുരാൻ മലക്കുകളുടെ ഇടയിൽ വെച്ച് അഭിമാനം കൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ പേര് അല്ലാഹു സംസാരിക്കണ്ടേ, നമ്മളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യണ്ടേ? അതുകൊണ്ട് നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ, പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ നമുക്ക് പുണ്യം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ആദരണീയരായ മലക്കുകളുടെ ഇടയിൽ വെച്ച് അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റും പടച്ചതമ്പുരാനെ വാഴ്ത്തുന്ന പുണ്യവാണന്മാരായ മലക്കുകൾക്കിടയിൽ വെച്ച് അല്ലാഹു നമ്മളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ, നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ സുബ്ഹിന്റെ ജമാഅത്ത് നമ്മൾ എത്തിയേ. ഹസറിന്റെ ജമാഅത്തിലും ഓരോ ജമാഅത്തും വളരെ ശ്രദ്ധയോടെ, വളരെ ഈമാനോടെ, ഇഖ്ലാസോടെ നോക്കി കാണാനുള്ള മനസ്സും തഖ്വയും വിശ്വാസികളായ നമ്മൾ ഈ റമദാനിലെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് വളരെ ഗൗരവമായി സ്നേഹബുദ്ധിയാൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് പടച്ചതമ്പുരാനെ മനസ്സിലാക്കുക, റബ്ബിനെ തൗഫീഖിനെ അറിയുക. നമസ്കാരം സുബഹിന്റെ സമയത്തുള്ള വിശുദ്ധ ഖുർആന്റെ പാരായണം പോലും സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിടുകയാണ്. ആ സമയത്ത് ഖുർആനിലെ ഒരായത്തെങ്കിലും, ഒരഞ്ചായത്തെങ്കിലും നാളേക്ക് വേണ്ടി ഓതാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ, നമുക്കറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര റമദാനുകൾ കടന്നുപോയി? ഈ ഇത്രയധികം റമദാനുകൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറ സൂറത്തുൽ നാസ് വരെ ഒരു തവണ നമ്മുടെ ആയുഷ്കാലത്തിനിടക്ക് ഇത്രയോ റമദാനിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഒരു തവണയെങ്കിലും ആ റമദാനിൽ ഖുർആനിനെ മുഴുവനും നമുക്ക് ഓതി കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഒറ്റത്തവണയെങ്കിലും ഒന്ന് ഓതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ നഷ്ടക്കാരായി ആരുണ്ടാവുക? അല്ലാഹു പറയും, നിനക്ക് ഹിദായത്ത് തരാൻ വേണ്ടി, നിന്റെ മനസ്സിന് ശിഫ നൽകാൻ വേണ്ടി, നിനക്ക് തെളിവായി, നിനക്ക് പ്രകാശമായി, നിനക്ക് എല്ലാവിധ അനുഗ്രഹവുമായി നാം അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ ഒരു തവണയെങ്കിലും നീ വായിച്ചടോ എന്ന് ചോദിക്കുമ്പോൾ, പടച്ചോനെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, കച്ചവട തിരക്കായിരുന്നു, ഓഫീസിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, പലപ്പോഴും എനിക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നവനേക്കാൾ ദൗർഭാഗ്യമുള്ളവൻ മറ്റാരാണ് ഉണ്ടാവുക? അത് ആവർത്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനിയുള്ള റമദാനിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആനിനെ ഒന്ന് വായിക്കാൻ, ഒരു തവണ മുഴുവനെങ്കിലും വായിക്കാനുള്ള ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. അത് റമദാനിലോ റമദാൻ അല്ലാത്തപ്പോഴോ, റമദാനിലാണെങ്കിൽ പുണ്യങ്ങൾ നമുക്ക് വാരിക്കൂട്ടാം, ഓരോ ഹറഫിനും ഇരട്ടിക്കരട്ടി കൂലി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവിന്റെ കരുണയുണ്ടാവും, അല്ലാഹുവിനുള്ള സക്കീനത്ത് നമുക്ക് അവതരിപ്പിക്കപ്പെടുമെന്നെല്ലാമാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ പുണ്യം നമുക്ക് ഈ റമദാനിൽ നേടാം. ഒടുവിൽ ഖുർആൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടുന്ന ആ മഹാഭാഗ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഖുർആനെ പരിഗണിക്കണം. നാളേക്ക് വേണ്ടി, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ശഫാഅത്ത് പറയണമെങ്കിൽ ഖുർആനിനെ അറിയണം, ഖുർആനിനെ വായിക്കണം, ഖുർആനെ പഠിക്കണം, ഖുർആൻ ലേണിങ്ങുകളിൽ നമ്മൾ സജീവമാകേണ്ടതുണ്ട് എന്നാണ് ഗൗരവ ബുദ്ധിയാൽ ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും നാളെ നല്ലൊരു തലമുറ ഈ ലോകത്തുണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കളെ ആ ഒരു ബോധത്തോടെ, ഇസ്ലാമിക ബോധമുള്ള മക്കളായി നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്നത്തെ മക്കൾ പലപ്പോഴും ഗൾഫിൽ നിന്ന് ധാരാളം സമ്പത്ത് കിട്ടുമ്പോൾ അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. മലബാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ കച്ചവട താല്പര്യവുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സ്ഥലം കോട്ടയം ജില്ലയായിരുന്നു, രണ്ടാമത്തെ സ്ഥലം എറണാകുളം ജില്ലയായിരുന്നു. ഇത് അതിനൊക്കെ മാറി മലബാറിനെ ലക്ഷ്യമിടുകയാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ നടത്തി വരുന്ന കച്ചവട സമ്രാട്ടുകൾ. എന്താണെന്നറിയോ? ഒക്കെ ഗൾഫുകാർ. അതുകൊണ്ട് ഭാര്യനെയും മക്കളിനെയൊക്കെ ഗൾഫ് കൊണ്ടുപോയി പിന്നുള്ള പ്രായമുള്ള വാപ്പാവുമ്മ അവരാര് നോക്കാനാണ്? അതുകൊണ്ട് തന്നെ ഒരു 100-150 മാസം കൊടുത്തിട്ട് വൃദ്ധസദനത്തിൽ കാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിനുടമകളായി ആപതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ തിരുത്തി എഴുതണം നമ്മൾ. വലാ തഖുല്ലഹും ഔഫിൻ എന്ന ആയത്തിന്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കാൻ, റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ പേരക്കുട്ടികളും നമ്മുടെ മക്കളും അവരുടെ കൊച്ചു കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നാഥാ എൻ്റെ ചെറുപ്പത്തിലെ നിന്നോട് കരുണ കാണിച്ച എൻ്റെ ഉപ്പാക്കും മാക്കും നീ കരുണ കാണിക്കണമേ എന്ന് ആ മക്കളെങ്ങാനും പ്രാർത്ഥിച്ചാൽ തള്ളിക്കളയുമോ റബ്ബ്? ആ പ്രാർത്ഥന കരുണാവാരിതയായ റബ്ബ് തള്ളില്ല ആ പ്രാർത്ഥന. അതുകൊണ്ട് ആ മക്കളുടെ പ്രാർത്ഥനയെ നമുക്ക് ഉപകാരപ്പെടൂ. നമ്മുടെ പ്രാർത്ഥനയെ മരിച്ചുപോയ നമ്മുടെ വാപ്പാക്കും മാക്കും നമ്മുടെ ഒറ്റവർക്കും ഉടയവർക്കും ഉപകാരപ്രദമാകുകയുള്ളൂ. ഈ രീതിയിൽ
പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തെടുക്കാൻ കഴിയണം. എന്ത് തന്നെ ഭൗതിക വിദ്യാഭ്യാസമായി ഉണ്ടായിട്ട് എന്ത് ഫലം? നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ അറിയാത്ത മക്കളെ വളർത്തിയെടുത്ത് പോറ്റിയിട്ട് എന്തു ഫലം? അതുകൊണ്ട് നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോകട്ടെ, നാളെയെക്കുറിച്ച് ബോധമുണ്ടാവരാകട്ടെ, നാളെയെക്കുറിച്ച് ചിന്തിക്കുകയും നാളെയുടെ ലോകത്ത് പുണ്യവും പ്രീതിയും നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന നല്ല തലമുറയെ വാർത്തെടുക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്, നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് വളരെ ഗൗരവമായി നടത്താനുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കാത്തുകൊള്ളണം. വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും അതേപോലെ തന്നെ കല്ലുകളെല്ലാം തന്നെ എരിപൊരി കൊള്ളുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വന്തത്തെ നിങ്ങൾ കാത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അലൈഹാ ഗിലാദുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതേ പരുഷ സ്വഭാവമുള്ള കഠിന നിലപാടുകൾ സ്വീകരിക്കുന്ന, അല്ലാഹുവിന്റെ കൽപ്പന അതേപോലെ പ്രാവർത്തികമാക്കുന്ന, ഒരിക്കലും കൽപ്പനകൾ ലംഘിക്കാത്ത മലക്കുകളാണ് അതിന് കാവലായിട്ടുണ്ടാവുക. രക്ഷ ഉണ്ടാവില്ല നരകത്തിൽ നിന്ന്. ആ നരകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ഈ നരകം? നരകത്തെക്കുറിച്ച് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നരകം എന്ന് പറഞ്ഞ തീയാണ്, അതേ തീക്കുട്ടാരമാണെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ 1-2 ഹദീസുകൾ മാത്രം മതി നരകത്തിന്റെ ഭയങ്കരത മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ലിട്ടാൽ 70 കൊല്ലം അത് യാത്ര ചെയ്യണം നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. ഇപ്പൊ ഞാൻ എൻ്റെ പേന ഈ പോഡിയത്തിന് താഴെട്ടാൽ ഏതാനും സെക്കൻഡ് കൊണ്ട് താഴെടും. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് നമ്മളൊരു പേനയോ കല്ലോ ഇടുന്നതെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് താഴെ റോഡിലെത്തുന്നത്. എന്നാൽ 70 കൊല്ലം മുമ്പ് ഒരു കല്ലിട്ടാൽ 70 കൊല്ലത്തെ നിരന്തരമായ യാത്രയെടുക്കണം ആ കല്ലിന് നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. എത്ര ആഴമുണ്ടതിന്, എത്ര ആഴമുണ്ടാകും? ഇത് റസൂൽ പഠിപ്പിച്ചു. വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം. മലക്കുകൾ സഫ് സഫായി വരും, നരകത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന്. നരകത്തിന് 70,000 കൊളുത്തുകളുണ്ട് അത്രേ. ഒരു കൊളുത്തിൽ ഒരു ചങ്ങല, ആ ഒരു ചങ്ങലയിൽ 70,000 മലക്ക്, അടുത്ത ചങ്ങലയിൽ 70,000 മലക്ക്, അങ്ങനെ 70,000 ചങ്ങലകളിൽ 70,000 വെച്ച് മലക്ക്. 70,000 × 70,000 ഗുണിച്ചു നോക്കിയാൽ അത്രയധികം ലക്ഷക്കണക്കിന് മലക്കുകളാണ് നരകത്തെ വലിച്ചഴിച്ചു കൊണ്ടുവരിക. എനിക്ക് ഒറ്റയ്ക്ക് മാറ്റിവെക്കാൻ പറ്റും ഈ സ്പീക്ക് സ്റ്റാൻഡ്, പക്ഷേ 2-3 ആളുകളുടെ സഹായം വേണം. കുറച്ചുകൂടി ഭാരമുള്ളതാണ് എങ്കിൽ ഒരു മലക്കിന് എത്രമാത്രം ശക്തി ഉണ്ടാകും? മനുഷ്യനേക്കാൾ ശക്തിയും അതേപോലെ തന്നെ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള പ്രത്യേകമായ അല്ലാഹുവിന്റെ ആദരണീയരായ മലക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ വെച്ച് പിടിക്കണമെങ്കിൽ എത്രമാത്രം ഭയങ്കരവും എത്രമാത്രം ഭീമാകാരവുമായിരിക്കും നരകമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നരകത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീ അത് പറയുമ്പോൾ ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ എനിക്ക് വിറകുകളായി? റമദാൻ എന്ന അവസരമുണ്ടായിട്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താത്ത നിഫാഖുള്ള കുഫറുള്ള കിബറുള്ള മനസ്സിനുടമകളെ എനിക്ക് താ റബ്ബേ. മുശ്രിക്കുകളെത്താ, നിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത യഹൂദന്മാരെത്താ, അതേപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കളെത്താ, നീ നരകത്തിന് വേണ്ടി തയ്യാറാക്കിയ ആളുകളെയെല്ലാം താ, ഞാൻ കരിച്ച് നശിപ്പിച്ച് കളയട്ടെ എന്ന് നരകം അട്ടഹസിക്കുമെന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമ്പോൾ ആ നരകത്തിന് രക്ഷ വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമദാനിൽ വ്രതമനുഷ്ഠിച്ചാൽ അവനെ നരകത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ 70 കൊല്ലത്തെ യാത്രാ ദൂരത്തേക്ക് മാറ്റി നിർത്തുമെന്നാണ്. ഒരു മെഴുകുതിരിൻ്റെ അടുത്ത് നമ്മൾ തൊട്ടടുത്ത് വിരൽ വെച്ചാൽ നമ്മുടെ കൈ ചുടും, അല്ലേ? ചൂടനുഭവപ്പെടും, താപം അനുഭവപ്പെടും. അകൽറ്റും തോറും നമുക്ക് അതിൻ്റെ പ്രയാസം രക്ഷപ്പെടാൻ കഴിയും. അതേ ജ്വലിക്കുന്ന സൂര്യൻ, അതിൻ്റെ താപവും അതിൻ്റെ പ്രയാസവും എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ, ഇതുപോലെ നമുക്ക് സഹിക്കാൻ കഴിയണില്ല. എന്നാൽ നരകം, ആ തീ, ആ സൂര്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ റബ്ബിന് നരകം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് എൻ്റെ ദാസനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീട് പോലും വായിലിടാതെ എന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്ന എന്റെ ഭക്തന്റെ മുഖത്തെ അവനെ ഞാൻ നരകത്തിൽ നിന്ന് 70 കൊല്ലത്തെ യാത്രാ ദൂരത്തേക്ക് മാറ്റി നിർത്തുമെന്ന് അല്ലാഹ് പറയുമ്പോൾ ആ പുണ്യം നേടാൻ നമുക്ക് കഴിയണം. അതിന് ഈമാനോടെ ഇഖ്ലാസോടെ ഈ റമദാനിൽ വ്രതമനുഷ്ഠിക്കാൻ വിശ്വാസികളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആൻ പലയിടങ്ങളിൽ എടുത്തു പറയുന്നത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതേപോലെ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും കിടന്നുറങ്ങുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് അലാ തുസല്ലിയാൻ എന്ന് ചോദിക്കാൻ പ്രവാചകന് കഴിഞ്ഞു. നിങ്ങൾ നിസ്കരിക്കണില്ലേ മക്കളെ എന്ന് ചോദിക്കാൻ. ഈ രീതിയിൽ നമുക്ക് ചോദിക്കാൻ കഴിയണം. നമ്മുടെ പേരക്കുട്ടികളോട്, നമ്മുടെ മരുമക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട് ഈ രീതിയിൽ നമസ്കാരത്തിന് സമയമായാൽ അവരെ വിളിച്ചുണർത്താൻ, നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഈമാനും ഈമാനികമായ ദാർഢ്യതയും വിശ്വാസികളായ നാം ഈ റമദാനിലെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, അതല്ല മക്കളെ രൂപം പോലെ വളർത്തിയിട്ടില്ല എങ്കിൽ, നാളെയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ അവരെല്ലാം നമുക്കെതിരെ തിരിയുകയും നമ്മുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞു. വകാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയും, റബ്ബന അരിനല്ലദീന അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ്, ഞങ്ങളെ പഴപ്പിച്ച മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ആളുകളെ നീ ഞങ്ങൾക്ക് കാണിച്ചതാ. നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ താഴ്ഭാഗത്തിട്ട് അവരെ മെതിക്കട്ടെ, ചവിട്ടട്ടെ. ലിയകൂന മിനൽ അസ്ഫലീൻ, അങ്ങനെ ഞങ്ങൾ അവരെ അധമന്മാരാക്കട്ടെ എന്ന് ഈ ആളുകൾ പറയും. നമ്മുടെ മക്കൾക്ക് ദിശാബോധം നൽകിയില്ല എങ്കിൽ, നാളെയുടെ പുണ്യം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകിയിട്ടില്ല എങ്കിൽ, ദീനീ ബോധം നൽകിയിട്ടില്ല എങ്കിൽ, ആ മക്കൾ തന്നെ നമ്മളെ നാളെ ചവിട്ടുന്ന ദുരന്തം, ദൗർഭാഗ്യം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാളേക്ക് വേണ്ടി നല്ല തലമുറയെ വാർത്തെടുക്കുക. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്തിന്റെ അടുത്തെത്തിക്കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ഈമാനുള്ള മക്കളെ വാർത്തെടുക്കാൻ കഴിയണം. നമ്മൾ ഈ കബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്ത് നമ്മുടെ കബറിന്റെ അടുത്ത് വന്ന് നിറകണ്ണുകളോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ രീതിയിൽ നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. മക്കൾ, അതേപോലെ സമ്പത്ത്, ഇതൊന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, ദിക്റുള്ളയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്താൻ പാടില്ല, നിങ്ങളെ അലസരാക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അത്തരം ആളുകളാണ് നഷ്ടക്കാർ എന്ന് ഖുർആൻ അടിവരയിടുകയാണ് സൂറത്തുൽ മുനാഫിഖൂനിലൂടെ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ, സമ്പത്തും സന്താനവും ഈ ലോകത്തെ ഐഹിക സുഖാഡംബരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ഒരു വിശ്വാസിയെ നോക്കി ഒന്ന് ചിരിച്ചാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ മാർഗത്തിൽ ഒരു രൂപ ചെലവഴിച്ചാൽ, ചെരുപ്പിടുമോ വലത് കാലിട്ടാൽ, അതേപോലെ തന്നെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബാക്കിയാവുക. ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല, അതാണ് ഉത്തമമായ പ്രതിഫലം പടച്ചതമ്പുരാന്റെ കോടതിയിൽ. വ ഖൈറുൻ അമല, ഏറ്റവും ഉത്തമമായ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമായിരിക്കും ആ സൽക്കർമ്മങ്ങളെല്ലാം. അതുകൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് നാളേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിളി കേട്ടപ്പോൾ നാളെ അള്ളാഹിന്റെ പുണ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുത്തവരായിരുന്നല്ലോ മുൻഗാമികൾ. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബിന്റെ കാലത്ത് നബി യുദ്ധത്തിന് പോകുമ്പോഴെല്ലാം മദീനയുടെ ഭരണസാരഥ്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. യുദ്ധത്തിന് അവസരം കിട്ടിയില്ല. സിദ്ദീഖ് അക്ബറിന്റെ കാലത്ത് അവസരം കിട്ടിയില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, എനിക്ക് അവസരം തരണം. ഏത് സമയത്താണ് മരണമെന്ന് എനിക്കറിയില്ല. പ്രായമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ എനിക്ക് കൊതിയുണ്ട്, ആഗ്രഹമുണ്ട് ഉമറേ. അതുകൊണ്ട് അവസരം തന്നാലും എന്ന് അപേക്ഷിക്കുകയാണ് അദ്ദേഹം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, താങ്കൾക്ക് ഇളവുണ്ടല്ലോ, താങ്കൾ അന്ധനല്ലേ, താങ്കൾക്ക് ഇളവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അതെ, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് കൊതിയുണ്ട്, ആ പുണ്യം നേടാൻ അനുവദിച്ചാലും അമീറുൽ മുഅ്മിനീൻ എന്ന് അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് പോകാം, താങ്കൾക്ക് പങ്കെടുക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂം പറയുന്നത്, എനിക്ക് ഇസ്ലാമിന്റെ പതാക എന്നെ ഏൽപ്പിച്ചാലും, എന്നിട്ട് മുസ്ലിങ്ങളുടെ പടയണികളുടെ ഏറ്റവും മുന്നിൽ എന്നെ നിർത്തിയാലും. എന്തേ അങ്ങനെ പറയാൻ കാരണം? അതെ, എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എനിക്ക് കണ്ണ് കാണാത്ത വ്യക്തിയാണ് ഞാൻ. മുന്നിൽ ശത്രുക്കൾ എന്താണ് ഇങ്ങോട്ട് അതിക്രമിച്ച് കയറുകയാണോ, അവിടെ ജയമാണോ പരാജയമാണോ ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും പേടിച്ചോടുന്ന അവസ്ഥയും എനിക്കുണ്ടാകില്ല. അതുകൊണ്ട് മരണം വരെ ഇസ്ലാമിന്റെ പതാക മുറുകെ പിടിച്ചുകൊണ്ട് രണഭൂമിയിൽ എനിക്ക് പിടഞ്ഞു മരിക്കാലോ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, എന്നെ മുന്നിൽ നിർത്തണമേ, മുൻവരിയിൽ നിർത്തണമേ, പതാക എന്നെ ഏൽപ്പിക്കണമേ എന്ന് പറയുകയും ഇസ്ലാമിന്റെ ആ യുദ്ധത്തിൽ വീരം അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് കുതിക്കുകയും തക്ബീർ ധ്വനികളോടെ മുന്നോട്ട് പാദം വെക്കുകയും ഒടുവിൽ ശത്രുവിന്റെ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിത്വം എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി. നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗം കിട്ടാൻ. അതേ വികലാംഗനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് മക്കളോട് പറഞ്ഞു, എനിക്ക് അവസരം തരണം യുദ്ധത്തിന്. മക്കൾ പറഞ്ഞു, ഇളവുണ്ടല്ലോ, എന്തിനാ വാപ്പ വരുന്നത്? ആ വാപ്പ പ്രതികരിച്ചത്, എനിക്ക് സ്വർഗം കിട്ടുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുകയാണോ മക്കളായ നിങ്ങൾ? ഞാൻ നബിന്റെ അടുത്ത് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നബിന്റെ അടുത്ത് വരുന്നു. നബിയെ, അവസരം വേണം, എനിക്ക് ആഗ്രഹമുണ്ട്. നബി അവസരം കൊടുത്തു. അതേ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൽ നടന്ന യുദ്ധത്തിൽ ചാടിക്കൊണ്ടായിരുന്നു, ഒറ്റക്കാലിൽ ചാടിക്കൊണ്ടായിരുന്നു രണഭൂമിയിൽ അദ്ദേഹം സജീവമായത്. ഒടുവിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഈ ലോകത്തോട് പിടഞ്ഞു മരിച്ചതും എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി. വികലാംഗനായിട്ട് പോലും അല്ലാഹു നിർബന്ധമായി ബാധ്യത ചുമത്താതിരുന്നിട്ട് പോലും അത് ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്നുള്ള സമർപ്പണത്തിന്റെ പ്രതികരണം ഉണ്ടാകുകയും ചെയ്ത ആ സഹാബിയെ മറക്കാനാവുമോ നമുക്ക്? എന്തിനായിരുന്നു ഇവരൊക്കെ ഇത് ചെയ്തത്? നാളെ സ്വർഗം കിട്ടാൻ. നാളേക്ക് വേണ്ടിയാണ് അവർ ഈ പണിയെല്ലാം എടുത്തത്. നിങ്ങൾക്കറിയാലോ, ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക മുഅ്ത യുദ്ധത്തിൽ നബി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ ഓരോരുത്തരും മരിച്ചാൽ ഓരോരുത്തത് കൈമാറണമെന്ന് പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ ആ മഹായുദ്ധത്തിൽ മുന്നണി പോരാളിയായി വലത് കൈയിൽ ഇസ്ലാമിന്റെ പതാക പിടിച്ചുകൊണ്ടാണ് ജഅഫർ ബിൻ അബീ താലിബിന്റെ തക്ബീർ ധ്വനികളോടുള്ള കുതിപ്പ്. ശത്രുവിന്റെ വെട്ടേറ്റ് വലത് കൈ മുറിഞ്ഞു വീണപ്പോ ഇടത് കൈയിൽ ഇസ്ലാമിന്റെ പതാക മുറുകെ പിടിച്ച് മുന്നോട്ട് കുതിച്ച ആ വ്യക്തിത്വം, ശത്രുവിന്റെ വെട്ടേറ്റ് ഇടത് കൈ മുറിഞ്ഞു വീണപ്പോ ബാക്കിയായ കൈയിന്റെ 2 കഷണങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ പതാക മാറോട് അണച്ചുപിടിച്ച് ധ്വനികളോട് മുന്നോട്ട് കുതിച്ച ആ മഹാവ്യക്തിത്വത്തിന് കഴുത്തിൽ വെട്ടേറ്റുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ചീറിയൊഴുകി പടഞ്ഞു മരിക്കുമ്പോൾ പോലും അല്ലാഹു അക്ബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രഖ്യാപനം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അതല്ല, നാളേക്ക് വേണ്ടി. നാളേക്ക് വേണ്ടി പണിയെടുക്കണം, അധ്വാനിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മർമ്മവും അതിൻ്റെ ആത്മാവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാലോ, ആരുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ, പള്ളി കെട്ടാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഓടി വന്നില്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? പിരിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിയകലാണ്, പള്ളിയുടെ പിരിവുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോവലാണ്. പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആരുണ്ട് ഇവിടെ? ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല, വികസിപ്പിക്കണം ഈ പള്ളിയെ, കെട്ടിക്കൊടുക്കാൻ ആരുണ്ട്? സ്വർഗത്തിൽ അവനൊരു സുവർണ്ണ മന്ദിരമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓടി വന്ന് പോക്കറ്റിലുള്ള പണം കൊടുക്കാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ മഹാവ്യക്തിത്വത്തിന്, ആ വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ വീട് ഉപരോധിച്ചപ്പോ അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ പ്രവാചകന്റെ പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും അതിന് നിഷേധിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ പോലും അദ്ദേഹത്തിന് ഉണ്ടായി. അനുവദിച്ചില്ല വിപ്ലവകാരികൾ. പ്രവാചകന്റെ കാലത്ത് സഹാബത്തിന് ക്ഷാമമുണ്ടായപ്പോ, വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോ നബി ചോദിച്ചു, ആരുണ്ട്? സഹാബി വര്യന്മാരുടെ വരണ്ട തൊണ്ടകളെ നനപ്പിക്കാൻ ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞു ഓടി വന്ന് ബിർറൂമ വാങ്ങിച്ചു കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒടുവിൽ ആ വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ വീട് ഉപരോധിക്കുകയും ഞാൻ വാങ്ങിച്ചു കൊടുത്ത റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ച ആ ബിർറൂമയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരൽപ്പ വെള്ളം എനിക്ക് കുടിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് ചാടി വീണ് തുരുതുരാ കുത്തി ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് പിടഞ്ഞു മരിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി? എല്ലാം നാളേക്ക് വേണ്ടി. അവരൊക്കെ ചെയ്തത് നാളേക്ക് വേണ്ടി. സിദ്ദീഖ് അൽ അക്ബർ, തബൂക്ക് യുദ്ധം ആരൊക്കെണ്ട് ചെലവഴിക്കാനെന്ന് പറഞ്ഞപ്പോ പലരും മുന്നോട്ട് വന്നു, പലതും കൊടുത്തു. ഉമർ റളിയല്ലാഹു സമ്പത്തിന്റെ പാതി കൊടുത്തു. ഇത്തവണയെങ്കിലും സിദ്ദീഖ് അൽ അക്ബറിനെ മുൻകടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തുണ്ട് നബിന്റെ കയ്യിൽ? ഏതാനും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള ഏതാനും നാണയങ്ങൾ നബിനെ ഏൽപ്പിച്ചു. നബി ചോദിച്ചു, എന്തുണ്ട്? ഉമർ റളിയല്ലാഹുവിനോട് എന്തുണ്ട് ബാക്കി എന്ന് ചോദിച്ചപ്പോൾ പാതി സമ്പത്ത് തന്നു, പാതിയുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മറുപടി, എല്ലാം ഞാൻ തന്നു, എനിക്ക് ബാക്കിയായി ഞാൻ മാറ്റിവെച്ചത് എന്റെ റബ്ബിനെയും എന്റെ പ്രവാചകനെയും മാത്രം. സർവസ്വവും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച സിദ്ദീഖ് അൽ അക്ബർ എന്തിന്? നാളേക്ക് വേണ്ടി. അതെ, ബദരീങ്ങൾക്ക് വേണ്ടി എത്രയോ ദിനാറുകൾ മാസം മാസം വാരിക്കോരി കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്തിന് ചെലവഴിച്ചു? നാളേക്ക് വേണ്ടി. തനിക്ക് കിട്ടിയ, പ്രവാചകന് കിട്ടിയ ഇൽമ ഓരോ സഹാബി വര്യന്മാർക്കും എത്തിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി കിലോമീറ്ററുകളോളം നടക്കുകയും ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സദൽ തന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി. നാളെയുടെ കൂലി കിട്ടാൻ, മാസങ്ങളോളം ഒരു ഹദീസ് കണ്ടെത്താൻ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിലൂടെ എത്രയോ പ്രയാസപ്പെടുകയും യാതനകൾ അനുഭവിക്കുകയും ചെയ്ത ബുഖാരി, മുസ്ലിം, അഹ്മദ് പോലുള്ള മഹാദീസ് പണ്ഡിതന്മാർ എന്തിനു വേണ്ടി ചെയ്തു? നാളേക്ക് വേണ്ടി. അതേ, ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അലൈഹി
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ആ കാലഘട്ടത്തിൽ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം ജയിലിന്റെ ഉള്ളറകളിൽ ജീവിതം നയിക്കേണ്ടി വരികയും ആ ജയിലിന്റെ ഉള്ളറകളിൽ വളരെ കുറച്ചുള്ള വെളിച്ചത്തിൽ പോലും, മങ്ങിയ വെളിച്ചത്തിൽ പോലും ഫത്താവകൾ എഴുതിയുണ്ടാക്കുകയും 10-36 വാള്യങ്ങൾ ആ ജയിലിൽ വെച്ച് എഴുതി പൂർത്തീകരിക്കുകയും ഇസ്ലാമിന്റെ ഏതേത് വിഷയങ്ങളിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ഇസ്ലാമിന്റെ വിഷയത്തിൽ ലോകത്തെ പഠിപ്പിച്ച ആ മഹാപണ്ഡിതൻ എന്തിനു വേണ്ടി ജീവിതം ചെലവഴിച്ചു? നാളേക്ക് വേണ്ടി. ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദവുമായി പലരും കടന്നു വന്നപ്പോ അല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉമ്മ കത്തെഴുതുകയാണ്, മകനെ നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നിന്റെ സാമീപ്യം ഉമ്മാക്ക് കൊതിയുണ്ട്, നീ എപ്പോഴാണ് വരിക? മകൻ നിറകണ്ണുകളോട് ഉമ്മാക്ക് കത്തെഴുതുകയാണ്, ഉമ്മ ഞാനിപ്പോ ജയിലിലാണുള്ളത്, അതെ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ജയിലിലുള്ളത്, ഞാൻ എന്ന് പുറത്തു വരുന്നോ അന്ന് ഞാൻ ഉമ്മാനെ സേവിക്കാൻ വരാം, ഇന്നും എൻ്റെ ഉമ്മാൻ എനിക്ക് സ്നേഹമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉമ്മ, അള്ളാഹു വിധി തരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വിധി കൂടുന്നുവെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി. ലഭിച്ച ഇൽമുകൾ ലോകത്തിന് പകർന്ന, ലഭിച്ച മനസ്സിലാക്കി ഉൾക്കൊണ്ട ആദർശ ലോകത്തിന് പകർന്നു കൊടുത്ത, അള്ളാഹു സമ്പത്ത് തന്നു, ആ സമ്പത്തിന് നിശ്ചിത വിഹിതം സക്കാത്തായി സ്വതക്കയായി ആളുകൾക്ക് വിതരണം ചെയ്ത, പടച്ചതമ്പുരാൻ തന്ന രക്തത്തെ, പടച്ചതമ്പുരാൻ തന്ന ജീവനെ, പടച്ചതമ്പുരാൻ തന്ന ശരീരത്തെ, പടച്ചതമ്പുരാൻ തന്ന മനസ്സിനെ, പടച്ചതമ്പുരാൻ തന്ന സർവസ്വവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവരെല്ലാം എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി. നാളെ കൂലി കിട്ടണം, നാളെ റബ്ബിന്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള ചിന്തയായിരുന്നു അവരെയെല്ലാം നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനും ഹദീസും എല്ലാം പഠിപ്പിക്കുന്നത് നാളേക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് അവ ഗാബിരി സബീൽ, വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ നീ ഈ ലോകത്ത് യാത്ര തുടരുക. എപ്പോഴും യാത്ര നിനക്ക് അവസാനിപ്പിക്കേണ്ടി വരും. എപ്പോൾ റബ്ബ് വിളിച്ചാലും പടച്ചതമ്പുരാനോട് സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ട് മടങ്ങാൻ, ഖേദിച്ചു മടങ്ങാൻ വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും എടുത്തു പറയുന്നത് ഈ രീതിയിൽ ദിക്റുള്ള നിലനിർത്തി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കൃത്യമായി നോമ്പെടുത്ത് അതേപോലെ തന്നെ സക്കാത്ത് കൊടുത്ത് സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ നിശ്ചിതമായി വിതരണം ചെയ്ത് അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ സജീവമാകേണ്ടതുണ്ട്. ദഅ്വാ രംഗത്ത് ഏത് സംരംഭത്തിനും സമ്പത്ത് വേണമല്ലോ സഹോദരങ്ങളെ. പിരിവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് മടിയായിരുന്നു. എന്നാൽ സഹാബത്ത് അത് കൂലി കിട്ടാനുള്ള അവസരമായി കണ്ടിരുന്നു എന്നാണ്. ഫുളൈൽ റളിയല്ലാഹു അൻഹു ഒക്കെ ആരെങ്കിലും അദ്ദേഹത്തിന് മുന്നിൽ വല്ലതിനും ആവശ്യത്തിനായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറ്, എനിക്ക് കൂലി കിട്ടാനുള്ള അവസരവുമായി വന്ന നിനക്ക് സൗഭാഗ്യം, നിനക്ക് മംഗളം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നാലോചിക്കോക്കിൻ, എത്രയെത്രയോ നമ്മുടെ സ്ഥാപനങ്ങൾ, എത്രയോ പള്ളികൾ, അതേപോലെ തന്നെ എന്തെല്ലാം നിലനിൽക്കുന്നത് ഇതേ നമ്മളെ പോലെ മനസ്സുകൊണ്ട് അതിന്റെ നിലനിൽപ്പ് താല്പര്യപ്പെടുന്ന ആളുകളുടെ വിശാലമായ സഹകരണവും പടച്ചതമ്പുരാന്റെ അനുഗ്രഹവും കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഈ തിരുനിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തമായ ദഅ്വാ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന് ഈ വാസികൾ എന്ന നിലയിൽ നിങ്ങൾ സാക്ഷികളാണ്. ഓരോ പ്രദേശത്തും ഈ തിരൂരിന്റെ ചുറ്റുപ്രദേശങ്ങളിലും പലയിടങ്ങളിലും പബ്ലിക് പ്രോഗ്രാമുകളും വൺ ഡേ ക്യാമ്പുകളിലും ഈ ജംഗ്ഷനിലടക്കം ഇടക്കിടക്ക് പബ്ലിക് പ്രോഗ്രാമുകൾ നടക്കലുണ്ട്. അങ്ങനെ എന്തെല്ലാം ലഘുലേഖകളിലൂടെ, നോട്ടീസ് വിതരണത്തിലൂടെ, CD വിതരണത്തിലൂടെ എന്തെല്ലാം സംരംഭങ്ങളാണ് ഈ തിരൂര് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഈ തിരൂര് കേന്ദ്രീകരിച്ചുള്ള ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കേണ്ടത് ആരാണ്? ഒരു പക്ഷേ നമുക്ക് ശരീരം കൊണ്ട് ഫുൾ ടൈം അതിൽ സജീവമാവാൻ നമുക്ക് കഴിയില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ചെലവഴിക്കാലോ. ഗൾഫിന്റെ ഏതെങ്കിലും കോണിലിരുന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയുടെ ഒരു കോണിലിരുന്ന്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാം, അതിനുവേണ്ടി അയച്ചു കൊടുക്കാം. അതിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ശാരീരികമായ ആരോഗ്യമില്ല, നമ്മുടെ കച്ചവടം കൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സമയമില്ല, നമുക്ക് സമ്പത്തുമില്ല, ഒന്നും കഴിയില്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ചതമ്പുരാനെ എൻ്റെ പ്രദേശത്ത് ഈ തിരൂര് കേന്ദ്രീകരിച്ച് ഒട്ടനവധി ദഅ്വാ പ്രവർത്തനങ്ങൾ നടക്കേണ്ട നാഥ, അതിന് നീ നിലനിർത്തണമേ പടച്ചതമ്പുരാനെ. ആ രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുകയും അവർക്ക് നീ ഹിദായത്ത് കൊടുക്കുകയും സ്വർഗത്തിൽ ഞങ്ങളെയെല്ലാം നീ ഒരുമിച്ച് കൂട്ടുകയും നിന്റെ അർശിന്റെ തലം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുകയും നിന്നെ കാണാനുള്ള മഹാഭാഗ്യവും തന്ന് നീ ഞങ്ങളോട് കനിയണമേ എന്നെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാലോ. അതിന് ഒരു ചെലവിൻ്റെയും ആവശ്യമില്ലല്ലോ സഹോദരങ്ങളെ. പ്രാർത്ഥനയിലൂടെയെങ്കിലും ഈ ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കണ്ണികളാവണം, നമ്മൾ അംഗമാകണമെന്നാണ്. പ്രത്യേകിച്ച് തിരൂരിന്റെ ദഅ്വാ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു പിരിവ് ഇവിടെ നടക്കുന്നുണ്ട്. പിരിക്കാൻ എനിക്കറിയില്ല, പക്ഷേ പറയാനറിയും. റബ്ബിന്റെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം ആർക്കു വേണ്ടി ഞാൻ പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ പ്രയോജനം ചെയ്താൽ ആ കൂലി ഈമാനോടുകൂടെയാണ്, ഇഖ്ലാസോടുകൂടെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ
ആ കൂലി എനിക്ക് കിട്ടും. അതല്ലാതെ തിരൂരിലെ പള്ളിയിൽ നല്ല കളക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളതെങ്കിൽ എന്തായിരുന്നാലും ഇതിന് 5 പൈസ എനിക്ക് എൻ്റെ പോക്കറ്റിക്ക് പോകാനില്ല. നിങ്ങളുടെ മണ്ണിലെ ദഅ്വ പ്രവർത്തനത്തിന് നിങ്ങളോട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയാണ്, നിങ്ങളാണ് ചെലവഴിക്കേണ്ടത്. ഈ മണ്ണിന്റെ ഈ ചുറ്റുപ്രദേശത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഖബറാരാധനയിൽ ആബദിച്ച, അതേപോലെ തന്നെ സിട്ടി പൂജയിൽ ആബദിച്ച. ഇന്നലത്തെ പത്രത്തിൽ ഒരു മനുഷ്യ ദൈവത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. അമ്മയ്ക്ക് ജനനമില്ല മരണമില്ല പോലും. അങ്ങനെയുള്ള മനുഷ്യ ദൈവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ശ്രീ രവിശങ്കർമാരുടെ പിന്നാലെ പർദ്ദയണിഞ്ഞ പെണ്ണുങ്ങൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖബറുകൾക്ക് മുന്നിൽ സട്ടാവിനെ സുജൂദ് ചെയ്യുന്നതിന് പകരം ആ ഖബറുകൾക്ക് മുന്നിൽ സാട്ടാംഗം നമിക്കുന്ന ദുരന്തം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇഅ്തികാഫിരിക്കാൻ പള്ളിയിൽ പോകണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോൾ പാടത്തും പറമ്പത്തും പോകുന്ന ദുരന്തം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രംഗത്തുള്ള ഈ അധപ്പതനത്തിന്, വിശ്വാസാചാര രംഗത്തെ ഈ നാശത്തിന് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തണം. ഈ മണ്ണ് അതിന് തിരൂര് കാരണമാകണം. ഇസ്ലാമിക ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു നാഴികക്കല്ലാണ് തിരൂരും തിരൂരിന്റെ മണ്ണും തിരൂരിന്റെ മക്കളും. അത് നമ്മളായിക്കൊണ്ട് അതിന്റെ ഇസ്സത്തിന്, അതിന്റെ അന്തസ്സിന് കളങ്കം ചാർത്തരുത്. ഇസ്ലാഹി പ്രബോധന രംഗത്ത് എന്നും എല്ലാ രീതിയിലുള്ള പിന്തുണയും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിച്ച വ്യക്തിത്വങ്ങളായിരുന്നു ഈ മണ്ണിൽ മൺമറഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് അവരുടെ പിൻഗാമികളാണ് നമ്മളെങ്കിൽ ഈ പ്രദേശത്ത് ദഅ്വ ജ്വലിച്ചു നിൽക്കണം. ഇസ്ലാമിന്റെ പ്രകാശം പ്രജ്വല പ്രകാശമായി തലയുയർത്തി നിൽക്കണം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാപിറ്റലിസം നമ്മളെയാണ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസവും നക്സലിസവും ഫെമിനിസവും ലോകം കണ്ട എല്ലാ ഇസങ്ങളും സയനിസം അടക്കം ഇസ്ലാമിന് നാശം കൊതിക്കുകയും ഇസ്ലാമിന് നാശം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ജ്വലിച്ചു നിൽക്കണം ഈ ആദർശം. അല്ലാഹ് പറഞ്ഞല്ലോ, ആര് ശ്രമിച്ചാലും ഈ പ്രകാശത്തെ, ഈ ആദർശത്തെ ഊതിക്കെടുത്താൻ ഏത് ശക്തിയും വ്യക്തിയും കൂട്ടായ്മയോടുള്ള ശ്രമം നടന്നാലും അല്ലാഹ് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ്. ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനും നശിപ്പിക്കാനും നിലനിർത്തും. ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അതിജയിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനും അതിന്റെ ആദർശവും ഈ ഇസ്ലാമും എന്ന് അല്ലാഹ് പറയുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഇസ്ലാമിന്റെ വക്താക്കളാകണം. കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹ് പറയുന്നത്, നിങ്ങൾ മത്സരിക്കാനുള്ള അവസരമാണ് റമദാൻ. എന്തിന്? ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുക. വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗ്ഗത്തിന് വേണ്ടിയും നിങ്ങൾ മത്സരിക്കണം. എന്തിന്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ് അല്ലാഹ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹ് അവർക്കേ കൊടുക്കും ഈ മഗ്ഫിറത്തും ആ സ്വർഗവും. അത് മുത്തഖികൾക്ക്. റമദാന്റെ താല്പര്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭ പര്യവസാനം മുത്തഖികൾക്ക്. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖികൾക്കാണ് ആത്യന്തികമായ വിജയം. അല്ലാഹുവിന് മനസ്സ് സമർപ്പിച്ച ആളുകളുടെ മനസ്സിനെയാണ് ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. അത്തരം ഹൃദയങ്ങളെ, മനസ്സിനുടമകളെ അല്ലാഹു തഖ്വയ്ക്ക് വേണ്ടി പരീക്ഷിക്കും. അത്തരം ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തഖ്വയുള്ളവരായി തീരണം. ഈ റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് തഖ്വയാണ്. ഖുർആൻ ആവശ്യപ്പെടുന്നത് തഖ്വയാണ്. അല്ലാഹ് ആവശ്യപ്പെടുന്നത് തഖ്വയാണ്. ഇസ്ലാം ആവശ്യപ്പെടുന്നത് തഖ്വയാണ്. ഈ നാളേക്ക് വേണ്ടി എന്നുള്ള പ്രോഗ്രാമിന്റെ താല്പര്യവും ഈ തഖ്വയാണ്. എനിക്കും നിങ്ങൾക്കും തഖ്വയുണ്ടാകാൻ, അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ, ഇവിടെയുള്ള ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധം ഈ മണ്ണിലുള്ള ദഅ്വ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക. കഴിയാത്ത ആളുകൾ 4 നോട്ടീസ് ഒട്ടിച്ചിട്ടെങ്കിലും, 4 ലഘുലേഖ കൊടുത്തെങ്കിലും, 4 CD തന്റെ അയൽക്കാരനും അതുപോലെ കൂട്ടുകാരനും ഓഫീസിലുള്ള മറ്റ് ജീവനക്കാർക്ക് നൽകിയിട്ടെങ്കിലും അതിനും കഴിയാത്ത നിങ്ങൾ, അല്ലെങ്കിൽ കഴിയാത്തവരാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അസറിന്റെ സമയത്ത്, ഇല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് നമ്മുടെ തൊണ്ടയും നമ്മുടെ ആമാശയവും നനവ് തട്ടുമ്പോൾ എന്ന് പ്രാർത്ഥിച്ചിട്ട് നോമ്പുകാരന്റെ പ്രാർത്ഥന, നാഥ ഈ ദഅ്വ
ലോകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിലനിർത്തണമേ ഈ തിരൂരിൽ ഈ പ്രകാശത്തെ, ഇതിന് നീ വളർത്തണമേ നാഥ. ഇതിനു വേണ്ടി പണിയെടുക്കാനും പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണമേ റബ്ബേ. ഞങ്ങളുടെ നല്ലൊരു തലമുറയെ ഈ തിരൂരിൽ വളർത്തിയെടുക്കാൻ, ഈ ഇസ്ലാഹി കേരളത്തിൽ വളർത്തിയെടുക്കാൻ, ഈ സലഫി ലോകത്ത് വളർത്തിയെടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകണമേ എന്നെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാലോ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, പ്രാർത്ഥിക്കാൻ, പണിയെടുക്കാൻ എല്ലാം നമ്മുടെ ലക്ഷ്യം. നാളെ ആരാരെന്ത് ചെയ്താലും നമുക്ക് പറയാനുള്ളത് അതെ, ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല ഒരു പ്രതിഫലവും. മറിച്ച് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രതിഫലം മതി, അവൻ്റെ തൃപ്തി മതി. യാതൊരു നന്ദി പ്രകടനവും നമുക്ക് വേണ്ട. ആളുകളെ നമുക്ക് കാണിക്കേണ്ട. നമ്മളെക്കുറിച്ച് അയാൾ നല്ല പ്രാസംഗികനാണ് പറയണ്ട. അല്ലെങ്കിൽ തിരൂരിലെ പള്ളി എന്നറിയാലുണ്ട്, ആളുകൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയണ്ട. അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെ കുറേ ചെലവഴിക്കുന്ന ആളുകളാണ്, നമുക്കങ്ങനെയുള്ള വാക്കുകൾ ആളുകളിൽ നിന്നൊന്നും കേൾക്കണ്ട. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് അല്ലാഹ് മതി, അള്ളാഹിൻ്റെ തൃപ്തി മതി. അള്ളാഹിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്താൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ റബ്ബിനെ കാണാനല്ലേ. ഗൾഫിൽ പോയ മകനെ കാണാൻ തന്നെ മാതാക്കൾ എത്രമാത്രം ആഗ്രഹിക്കും. ഭർത്താവിനെ കാണാൻ ഭാര്യ എത്ര ആഗ്രഹിക്കും. സ്വന്തം കുട്ടികളെ കാണാൻ ബാപ്പ എത്ര ആഗ്രഹിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും ഉപരിയാണ് നമ്മുടെ റബ്ബ്. അവനെ നമുക്ക് കാണാനുള്ള അവസരം. പലരും അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പോയില്ല. പലരും ചർച്ചുകളിലേക്ക് പോയപ്പോൾ നമ്മൾ പോയില്ല. പലരും മനുഷ്യ ദൈവങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ നമ്മൾ പോയില്ല. പലരും ഖബറിടത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ പോയില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ പിടിച്ചു നിർത്തി. അവിടെയൊന്നുമല്ല എൻ്റെ റബ്ബ്. പൂജാമുറിയിലോ അതല്ലെങ്കിൽ ചില്ലിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലോ ഒന്നല്ല എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബ് ഉപരിയിലുള്ളവനാണെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പിടിച്ചു നിന്നു. ആദർശദാർഢ്യതയോടെ, ഈമാനോടെ നമ്മൾ അടങ്ങാത്ത കൊതിയുമായി ഈ ലോകത്തോട് വിട പറയുകയാണ് റബ്ബിനെ കാണാൻ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റും. സഹാബത്ത് ചോദിച്ചു, നബിയെ അല്ലാഹനെ കാണാൻ പറ്റുമെന്നോ? എങ്ങനെ കാണാൻ പറ്റും? നബി പറഞ്ഞു, പൗർണമി രാവിൽ പൂർണ്ണ ചന്ദ്രനെ എപ്രകാരം നിങ്ങൾ കാണുന്നുവോ അതേപോലെ പൂർണ്ണമായി അർഹമുറാഹിമാനായ നമ്മുടെ നാഥനെ, നമുക്ക് വേണ്ടി സർവസ്വവും തന്ന, ശ്വസിക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തന്ന, സ്നേഹമുള്ള ഉമ്മാനുപ്പാന മക്കള് കുടുംബങ്ങൾ ഒറ്റവരോടെയവരെ ആദർശ ബന്ധുക്കളെ സർവരെയും നമുക്ക് വേണ്ടി തന്ന നമ്മുടെ നാഥനെ നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണമായി കൊതി തീരുവോളം, ആഗ്രഹം തീരുവോളം നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ഓർക്കണം എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കാം. എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഞാനും ആഗ്രഹിക്കും. അതേ, പടച്ചതമ്പുരാൻ നമുക്ക് അവസരം തരും. നാഥ, നിന്നെ കാണാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തക്കികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ കണ്ണികളാക്കണമേ നാഥ. ഞങ്ങളുടെ മനസ്സുകൾ നീ കോർത്തിണക്കുകയും ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സഹകരണം ഉണ്ടാക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തിരുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമേ നാഥ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളായി വളരാനും ഉയരാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകണമേ നാഥ. ആദർശ പ്രബോധന രംഗത്ത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ജ്വലിക്കുന്ന പ്രകാശമാവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്താനും ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യത്തെന്ന് നീ ഞങ്ങളോട് കനിയണമെന്നാഥ. പടച്ചത്